ഗുരുപദം 4-ാം ഭാഗത്തിലേക്ക് എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അശോകൻജി, നമ്മൾ ഗുരുപദം 3-ാമത്തെ എപ്പിസോഡിൽ വർക്കല ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠയെക്കുറിച്ച് അങ്ങ് വിശദമായിട്ട് പറയുകയുണ്ടായി. ആ ഒരു കാലഘട്ടം ഗുരുദേവൻ കേരളത്തിന് പുറത്തും വളരെയധികം അറിയപ്പെട്ടിരുന്നു ആ സമയത്തൊക്കെ. അപ്പം മലയാളികളല്ലാത്ത ഒട്ടേറെ മഹാത്മാക്കളും അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞ് അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ടാവുമല്ലോ ആ കാലഘട്ടത്തിൽ. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാമോ? ഇന്ത്യ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, അദ്ദേഹത്തിനോടൊപ്പം രാജഗോപാലാചാരി എന്നിവർ ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് വിശദമാക്കുന്നതിന് മുമ്പ് ഒരു നൂറ്റാണ്ട് നമുക്കൊന്ന് പുറകിലോട്ട് പോകണം. കഴിഞ്ഞ കുറേ സമയങ്ങളായി കേരളത്തിൻ്റെ അന്നത്തെ അവസ്ഥ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും പറയുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഇവിടെ സ്ത്രീകൾക്ക് ആഭരണം ധരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. അപ്പോൾ അങ്ങ് പറഞ്ഞേക്കാം, അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് വസ്ത്രം ധരിക്കാനുള്ള, മാറുമറയ്ക്കാനുള്ള അവകാശമില്ലായിരുന്നു. അത് വാസ്തവമാണെങ്കിലും അവിടെ ചില വിശദമായി പറയേണ്ട കാര്യമുണ്ട്. കാര്യം, മാറുമറയ്ക്കാൻ അവകാശം കൊടുത്തപ്പോൾ മാറുമറയ്ക്കാത്ത സ്ത്രീകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇവിടെ പറയുന്നില്ല, അത് പിന്നീട് പറയുന്ന ആ സാഹചര്യത്തിൽ പറയാം. ആ ഒരു കാലഘട്ടത്തിൽ, അതായത് 1815 1829 ആ സാഹചര്യത്തിൽ റീജൻ്റ് ഭരണമായിരുന്നു ഇവിടെ നടന്നത്. തിരുവിതാംകൂർ രാജാവ് റീജൻ്റ് ഭരണം. അവിടെ പത്മനാഭസേവിനി, വഞ്ചിധർമ്മവർദ്ധിനി, രാജരാജേശ്വരി, റാണി പാർവതീഭായി മഹാറാണി അവർകൾ ഒരു വിളംബരം നടത്തി. പേര് ഇത്തിരി കടുകട്ടിയാണ്. അവരുടെ അങ്ങനെയാണ്, അവരുടെ ഹിസ് ഹൈനസ് എന്നൊക്കെ പറഞ്ഞു പോകുന്നത് പോലെ അതിൻ്റെ ഒരു മലയാള രൂപമാണ്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ തന്നെ പറയാം. പത്മനാഭസേവിനി, വഞ്ചിധർമ്മവർദ്ധിനി, രാജരാജേശ്വരി, റാണി പാർവതീഭായി മഹാറാണി ഒരു വിളംബരം നടത്തി. ആ വിളംബരത്തിൻ്റെ പ്രധാന ഭാഗം വലിയൊരു വിളംബരമാണ്. സവർണ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾ ആഭരണം ധരിക്കുന്നത് പോലെ അവർണ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്കും ആഭരണം ധരിക്കാം. അതിൽ എടുത്തു പറഞ്ഞിരുന്ന രണ്ട് ജാതികളാണ് ശൂദ്ര സ്ത്രീകൾക്കും ഈഴവ സ്ത്രീകൾക്കും. എന്ന് വെച്ചാൽ അവിടെ താങ്കൾക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി. അന്ന് ശൂദ്രർ അവരെ ഉന്നത ജാതിയിൽ കണക്കാക്കിയിരുന്നുവെങ്കിലും അതിലെ സ്ത്രീകൾക്കും ആഭരണം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. നമ്മൾ അറിയപ്പെടുന്ന ചരിത്രം പലതും തെറ്റാണ് എന്ന് തോന്നുന്നില്ലേ? കാര്യം, ഇവർക്ക് ആഭരണം ധരിക്കാനുള്ള ശൂദ്ര സ്ത്രീകൾ വലിയ വിഭാഗത്തിലുള്ള സ്ത്രീകൾ എന്നാണല്ലോ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഈ വിളംബരത്തിൽ എടുത്തു പറഞ്ഞിരുന്നു എന്നുള്ള കാര്യമാണ്. അതിനുശേഷമാണ്, ഈ വിളംബരത്തിന് ശേഷമാണ് ഈ കേരളത്തിൽ സവർണ വിഭാഗത്തിൽപ്പെടുന്ന ശൂദ്ര സ്ത്രീകൾ. അവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ശൂദ്രർ എന്ന വാക്ക് കഴിഞ്ഞ ഒരു 40-50 വർഷത്തിന് മുമ്പ് കേരളത്തിൽ ശൂദ്രൻ എന്ന വാക്കിന് പകരം കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന വാക്കാണ് ചൂത്തരൻ എന്ന് പറയുമായിരുന്നു. ശൂദ്രൻ എന്ന വാക്കിൻ്റെ തദ്ഭവമാണ്, അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. പിന്നീട് ഇത് നായർ എന്ന വാക്കിലേക്ക് വഴിമാറി. ഈ വിളംബരത്തിൽ തന്നെ ശൂദ്ര സ്ത്രീകളെന്നറിയപ്പെടുന്ന നായർ സ്ത്രീകൾ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് വാക്കും ഇവർക്ക് പ്രയോഗത്തിൽ വരുത്തിയിരുന്നു. എന്തുകൊണ്ടാണ് അതിൻ്റെ പിന്നിലെ കാരണമെന്ന് നിലവിലെ അറിവിൽ എനിക്ക് പറയാൻ കഴിയില്ല. അതായത് ഒരു ശൂദ്രൻ എന്ന വാക്കിൻ്റെ ഉത്ഭവവും പറഞ്ഞല്ലോ, പക്ഷെ അവിടെ എങ്ങനെ നായർ വന്നു എന്നതിനെക്കുറിച്ച് ചിലപ്പോൾ ശൂദ്രർ അതിലുള്ള ഇറ് മാറ്റിയതോ രൂപത്തിൽ വന്നതാണോ
അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി അവരുടെ കാലത്ത് ഒത്തിരി ഭരണപരിഷ്കാരങ്ങൾ ഉണ്ടായിരുന്നു. അടുത്ത 1829 1847 കാലഘട്ടത്തിൽ സോതി തിരുനാളാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. സോതി തിരുനാൾ, തിരുവിതാംകൂർ രാജ്യചരിത്രം ഇങ്ങനെ നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നത്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം സുവർണ കാലഘട്ടമായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഭരണകാലഘട്ടം സുവർണ കാലഘട്ടമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ആ സുവർണ കാലഘട്ടം എങ്ങനെയാകും? സമൂഹത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ ഏതൊരു സ്വാതന്ത്ര്യവുമില്ലാതെ കഴിയുന്ന കാലഘട്ടം, ജാതി വ്യവസ്ഥ അന്നും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ സുവർണകാലമാകും. എന്തായാലും ചരിത്രകാരന്മാർ അതിനെ സുവർണകാലമെന്ന് വിശേഷിപ്പിക്കുന്നു. പക്ഷെ സുവർണകാലമെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല എങ്കിലും, ഞാൻ വ്യക്തിപരമായി അംഗീകരിക്കുന്നില്ല എങ്കിലും, ആദ്യമായിട്ട് ഈ രാജ്യത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് നേതൃത്വം കൊടുത്ത ഒരു ഭരണാധികാരിയായിരുന്നു സോതി തിരുനാൾ. ഇദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മാത്രമല്ല നേതൃത്വം കൊടുത്തത്. നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന രാഷ്ട്രഭാഷയായ ഹിന്ദി, രാജഭാഷാ പദവിയിലേക്ക് പോകുന്ന ഹിന്ദി, ആ ഹിന്ദി പ്രചരണത്തിന് വേണ്ടിയും ഹിന്ദിയുടെ ആദ്യകാല പ്രചാരകനായും ആദ്യകാല സാഹിത്യകാരനായും വർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സോതി തിരുനാൾ. അദ്ദേഹം ഹിന്ദിയിൽ അനേക പദങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഹിന്ദി, കേരളത്തിൽ നിന്നല്ല ഭാരതത്തിലെ ഹിന്ദി സാഹിത്യകാരന്മാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രമുഖമായൊരു സ്ഥാനം നമ്മുടെ സോതി തിരുനാളിനും ഉണ്ട്. പക്ഷേ അത് രേഖകളിൽ കാണുന്നില്ല. അത് രേഖകളിൽ ചേർക്കാൻ വേണ്ടി കേരളമല്ല, കേരളത്തിലെ ഭരണാധികാരികൾ പ്രത്യേകിച്ച് കാലത്തേക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തേണ്ടതാണ്. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കേരളത്തിൽ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അത് കഴിഞ്ഞിട്ട് 1847 മുതൽ 1860 വരെ ഉത്രാടൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് രാജ്യം ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്തും ഏറെക്കുറെ മാറ്റങ്ങൾ, ഈ മാറ്റങ്ങൾ വരുന്നത് ഇങ്ങോട്ടെത്തുന്നില്ല. അതിനെനിക്ക് തോന്നുന്നത് ഭരണകർത്താവിൻ്റെയും സാധാരണ ജനങ്ങൾക്കും ഇടയിലൊരു വിഭാഗമുണ്ട്. ഇതായിരിക്കണം കാരണം. ഇപ്പോൾ ഈ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പല സമുദായങ്ങൾക്കും കോടിക്കണക്കിന് രൂപ, ഞാൻ സമുദായങ്ങളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല, കോടിക്കണക്കിന് രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെലവാക്കിയിട്ടുണ്ട്. ഈ രൂപ എവരിൽ എത്തിച്ചേർന്നു എന്ന് നമ്മൾ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്നും അവർക്ക് എത്തിച്ചേർന്നിട്ടില്ല. എത്രയോ പ്രാവശ്യം വനം ആദിവാസികൾക്ക് പതിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്കൊന്ന് നോക്കാം, പതിച്ചു കൊടുത്ത ഭൂമി ഈ ആദിവാസിയുടെ കയ്യിലുണ്ടോ, അവരുടെ പേരിലുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ആരുടെയും പേരിൽ ആ ഭൂമി ഉണ്ടാവില്ല. ഒന്നുകിൽ അവർ വിറ്റിരിക്കും, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി മറ്റാരെങ്കിലും എഴുതി വാങ്ങിയിരിക്കും. ഇതൊക്കെ ബഹുമാനപ്പെട്ട ഭരണാധികാരിക്ക് തിരിച്ചു പിടിച്ചു കൊടുക്കാൻ വളരെ സമയമൊന്നും വേണ്ട. പക്ഷെ അവരതിന് തയ്യാറാവുന്നില്ല. ഇതാണ് ഞാൻ പറയുന്നത്, ഭരണകർത്താവിനും സാധാരണ ജനത്തിൻ്റെയും ഇടയ്ക്ക് ഒരു പ്രത്യേക വിഭാഗമുണ്ട്. ആ വിഭാഗം സ്വാതന്ത്ര്യാനന്തരം മാത്രമല്ല, സ്വാതന്ത്ര്യത്തിന് മുമ്പും ഉണ്ടായിരുന്നു. സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ രാജാവിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ മധ്യവർത്തികൾ അവനെ ഓടിക്കും. എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല തിരുവിതാംകൂർ രാജാക്കന്മാർ സവർണന്മാരാണെന്ന്. കാരണം നമ്മൾ കേരള ചരിത്രം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ ചരിത്രം പഠിക്കുമ്പോൾ, ചോള, പല്ലവ, ചേര രാജാക്കന്മാരാണ് കേരളം ഭരിച്ചിട്ടുള്ളത്. ഈ ചേരന്മാരാണ് കൂടുതൽ ഭരിച്ചിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ ഏതോ ഒരു നമ്മുടെ ഇവിടുത്തെ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞു, ആഴ്വാർ സമുദായം, തമിഴ്നാട്ടിലെ ആഴ്വാർ സമുദായം, ആ ആഴ്വാർ ആയിരുന്നു കുലശേഖര ആഴ്വാർ. ഈ കുലശേഖര ആഴ്വാറാണ് തൻ്റെ
രത്നം പതിപ്പിച്ച കിരീടം പത്മനാഭസ്വാമിക്ക് കാഴ്ചവെച്ചത്. പത്മനാഭസ്വാമിക്ക് എന്തൊക്കെ ഇന്നവിടെ ഇരിക്കുന്ന അതിഭയങ്കരമായ രത്നങ്ങളുണ്ടോ, അമൂല്യമായ, അതിഭയങ്കരമൊന്നുമല്ല, അമൂല്യമായ രത്നങ്ങളുണ്ടോ, അത് തിരുവിതാംകൂർ രാജാക്കന്മാർ കാഴ്ചവെച്ചത് തന്നെയാണ്. അപ്പോൾ ഈ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ മുൻഗാമിയാണല്ലോ കുലശേഖര ആഴ്വാർ. ആഴ്വാർ എന്ന് പറയുന്ന സമുദായം തന്നെ താഴ്ന്ന സമുദായമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രാജാക്കന്മാർ, നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ചരിത്രത്തിൻ്റെ, ഞാൻ വായിച്ച ചരിത്രത്തിൻ്റെ ദൃഷ്ടിയിൽ ഉന്നത ജാതിക്കാരല്ല. അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും താഴ്ന്ന ജാതിക്കാരെ ചവിട്ടി മെതിക്കാൻ കൂട്ടുനിൽക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ താഴ്ന്ന ജാതിക്കാരന് ഇത് രാജാവിനെ അറിയിക്കാനെന്നുള്ള സാമാന്യ വിദ്യാഭ്യാസം ഇല്ലാതെ പോയി. സാമാന്യ വിദ്യാഭ്യാസം ഇല്ലാത്തത് മാത്രമല്ല, ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ അത് അവിടെ എത്തുന്നതിന് മുമ്പ് മധ്യവർത്തികൾ തടഞ്ഞു. അവിടെയാണ് ഡോക്ടർ പൾപ്പുവിൻ്റെ വിജയം. അദ്ദേഹം ഈ കാര്യത്തിൽ കാര്യങ്ങൾ യഥാസംഭവം അറിയിക്കുന്ന കാര്യത്തിൽ വൻ വിജയം നേടി. ഇനി 1925 മാർച്ച് മാസമാണ് ഗാന്ധിജി ശ്രീ നാരായണ ഗുരുദേവനെ സന്ദർശിക്കുന്നത്. ജാതി ചിന്ത 1925 കൊടികുത്തി നിന്ന കാലം തന്നെയാണ്. ഈ സമയത്ത് ജാതി നിർമ്മാർജ്ജനം, ഞാൻ ഇടയ്ക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞോട്ടെ, ദുരർത്ഥത്തിലല്ല, അതുകൊണ്ട് അവിടെ പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തങ്ങളുടെ പദ്ധതിയിൽ ജാതി നിർമ്മാർജ്ജനം എന്നൊരു അജണ്ട വെച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു തോന്നൽ രാഷ്ട്രീയ പാർട്ടിക്ക് പോലുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അനേകം പ്രത്യേകതകളുണ്ട്. വൈക്കം സത്യാഗ്രഹം അവരുടെ നേതൃത്വത്തിലാണ് നടന്നത്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അതിൽ പങ്കില്ല. എന്നാൽ ജാതി നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ഒരു അജണ്ട ഈ രാഷ്ട്രീയ പാർട്ടിക്ക് അന്ന് വരെ ഇല്ലായിരുന്നു. അത് പിന്നീട് ഗാന്ധിജി അതിൽ ചേർക്കുകയായിരുന്നു. ഗാന്ധിജി മുൻകൈ എടുത്ത് ചേർക്കുകയായിരുന്നു. ആ ആശയം അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി? അതാണ് 1925 മാർച്ച് മാസം നമ്മുടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ത് ചെയ്തു? നമ്മുടെ ഗുരുദേവനെ സന്ദർശിച്ചതിന് ശേഷമാണ് ഗാന്ധിക്ക് ഇങ്ങനെ ഒരു ആശയം കിട്ടുന്നത്. അപ്പോൾ സന്ദർശനത്തിന് പിന്നെയും സന്ദർശനത്തിൽ ഇദ്ദേഹത്തിന് ചില പ്രത്യേകതകളുണ്ടായി. അതായത് ഗാന്ധി ഒരു പത്രം നടത്തിയിരുന്നു. ആ പത്രത്തിൻ്റെ പേര് നവജീവൻ എന്നായിരുന്നു. നവജീവൻ. ഈ സന്ദർശനത്തിന് ശേഷം പത്രത്തിൻ്റെ പേര് മാറ്റി ഹരിജൻ എന്നാക്കി. അവിടെ എനിക്ക് വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയാനുണ്ട്. ഒരു ജനതയെ പാർശ്വവൽക്കരിച്ച വ്യക്തിയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. കാര്യം പഞ്ചമ, അതായത് ചാതുർവർണ്ണ്യം, ബാക്കിയുള്ള പഞ്ചമവർണ്ണത്തിലുള്ളവരെ ചേർത്ത് നിർത്തി അദ്ദേഹം ഒരു പുതിയ പേര് കൊടുത്തു, ഹരിജൻ. അങ്ങനെ ഇവർ പാർശ്വവൽക്കരിക്കപ്പെട്ടു. ആ ഹരിജൻ എന്ന പേരില്ലായിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ജനത ഇന്ന് പാർശ്വവൽക്കരിക്കില്ലായിരുന്നു. അന്ന് ആ മഹത് വ്യക്തിക്ക് പറയാമായിരുന്നു, ആ മഹത് വ്യക്തി പറഞ്ഞാൽ മതിയല്ലോ, ഇവർ ഇന്ത്യൻ ജനതയാണ്, അവരെ പാർശ്വവൽക്കരിക്കേണ്ട. ഒരു പക്ഷേ പാർശ്വവൽക്കരിക്കാനൊരു കാരണമുണ്ടാകും. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എപ്പോഴും വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ചാതുർവർണ്ണ്യം ഒരു ആചാരമാണ്, ദൈവം സൃഷ്ടിച്ചതാണ്. ഒരുപക്ഷെ അദ്ദേഹം എപ്പോഴും കൊണ്ട് നടക്കുന്ന ഗീതയിൽ അദ്ദേഹം വായിച്ചിരിക്കാം, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം, എന്നാൽ സൃഷ്ടിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം യഥാർത്ഥമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഇപ്പം ഞാൻ എപ്പോഴും മഹാഭാരതം കയ്യിൽ കൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. അതിൽ പറയുന്ന കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കണം.
ചിലപ്പോൾ കൊണ്ടു കിടന്നാൽ പറയും, ഇയാൾ മഹാഭാരതത്തിൻ്റെ വലിയ പണ്ഡിതനാണ് എന്ന് കാണുന്നവർ പറയുമായിരിക്കും. പക്ഷെ അതിലെ അർത്ഥം മനസ്സിലാക്കാതെ, അതേപോലെ ഇദ്ദേഹം ഒരു പക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരിക്കില്ല. അതുകൊണ്ട് ഗാന്ധി നമ്മുടെ ഗുരുദേവനുമായിട്ട് സന്ദർശിച്ചപ്പോൾ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു കാര്യമുണ്ട്. പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഞാൻ പിന്നീട് പറയാം. റിപ്പോർട്ട് ചെയ്യാത്തത്, അതായത് ജാതിയെക്കുറിച്ച് സംസാരിച്ചു, ഐത്തത്തെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോൾ ഗാന്ധി പറഞ്ഞു, ഈ ജാതി ദൈവനിശ്ചയമാണല്ലോ, ദൈവമാണല്ലോ അത് നിശ്ചയിച്ച് തന്നത്, അതുകൊണ്ട് നമ്മളത് അംഗീകരിക്കണം. നോക്കൂ, അവിടെ ഒരു മാവ് നിൽക്കുന്നുണ്ട്. ആ മാവിൻ്റെ ഇലകൾ വിവിധ രൂപത്തിലാണ്. ചിലത് കുരുടി പിടിച്ചതാണ്, ചിലത് വളരെ തളിർത്ത് മനോഹരമായിട്ട് നിൽക്കുന്നു, ചിലതിന് ആരോഗ്യമുണ്ട്. എല്ലാം മാവിൽ നിന്നും വന്നതാണല്ലോ, അതിലും കുരുടി പിടിച്ച സാധനം ഉണ്ടല്ലോ. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ മനുഷ്യർ കുരുടി പിടിച്ചതെന്നല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാർശ്വവൽക്കരിച്ചു എന്ന്. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, പാർശ്വവൽക്കരിച്ചു എന്ന് ഞാൻ പറയാനുള്ള കാര്യം. അത് കേട്ട് ഗുരുദേവൻ ചിരിച്ചിട്ട് പറഞ്ഞു, അങ്ങൊരു കാര്യം ചെയ്യണം, ആ കുരുട് പിടിച്ച ഇല ഒന്നെടുത്ത് ചവച്ച് നോക്കണം, എന്നിട്ട് നേരെ ഇരിക്കുന്ന ഇല എടുത്തൊന്ന് ചവച്ച് നോക്കണം, രണ്ടിനും ഒരേ രസമാണോ എന്ന് നോക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, രണ്ടിനും ഒരേ രസമാണ്. ഇത് തന്നെയാണ് മനുഷ്യർ ഏത് രൂപത്തിലിരുന്നാലും അവനുള്ളിൽ വസിക്കുന്ന ആത്മാവൊന്നാണ്. ആ ആത്മാവിനെ നമുക്ക് വകഭേദം വരുത്താൻ കഴിയില്ല. അതുകൊണ്ട് മനുഷ്യരെ പാർശ്വവൽക്കരിക്കുന്നത് ശരിയല്ല, മനുഷ്യരെ ഒരു ജാതിയായിട്ട് കാണണം എന്നാണ് അദ്ദേഹം കൊടുത്ത മറുപടി. ഇനി ആ സന്ദർശ ദിവസത്തിലേക്ക് പോകാം. ഞാൻ മുമ്പ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമല്ലേ 3:30 നല്ലൊരു മുഹൂർത്തമാണ്, പല കാര്യത്തിലും 3:30. ഇത് നമ്മുടെ 1925 മാർച്ച് മാസത്തിലും അതും ഒരു 3:30 സമയത്താണ് ഗാന്ധിജി ഗുരുദേവ സമാഗമം നടന്നത്. ആ ഒരു സമയത്താണ് AK മാധവൻ്റെ ഗാന്ധിയാശ്രമം എന്ന ഭവനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശ്രമം, ഗാന്ധിയാശ്രമം എന്നാണ് അദ്ദേഹം താമസിക്കുന്ന, AK മാധവൻ താമസിക്കുന്ന വീട്. അവിടെ വെച്ചാണിത് നടക്കുന്നത്. ശിവഗിരിയിൽ വെച്ചല്ല, ചിലർക്ക് തെറ്റായ ധാരണയുണ്ട്. വർക്കല ശിവഗിരിയിൽ വെച്ചാണ് ഗാന്ധിയാശ്രമത്തിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. അതിൻ്റെ പുറത്തെല്ലാം മണൽ വിരിച്ച് വളരെ മനോഹരമാക്കിയിരുന്നു. സ്വാമി വളരെ നേരത്തെ തന്നെ ചേർന്നിരുന്നു. അദ്ദേഹം എവിടെ പോയാലും ഇതുപോലുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ മണിക്കൂറുകൾക്ക് മുമ്പ് എത്തിച്ചേരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ സമയത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന രണ്ട് മഹത് വ്യക്തികളുടെ സമാഗമമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ആ ദിവസം ഇങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു 3:20 കഴിഞ്ഞപ്പോൾ വാഹനം വരുന്നു. വാഹനത്തിൽ നിന്നും ആദ്യം ഇറങ്ങുന്നത് ശ്രീ രാജഗോപാലാചാരിയാണ്. അദ്ദേഹം ഇറങ്ങിയതിന് ശേഷം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇറങ്ങുന്നു. ഒരു വെള്ള ഒറ്റമുണ്ട് ധരിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഗുരുദേവൻ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങി വന്നു. കരങ്ങൾ നീട്ടിയാണ് സ്വീകരിച്ചത്. ആലിംഗനം ചെയ്തു എന്ന് പറയുന്നില്ല, കരങ്ങൾ നീട്ടി. അപ്പോൾ കരങ്ങൾ നീട്ടുമ്പോൾ തന്നെ ആലിംഗന ചെയ്യുന്നതിൻ്റെ സൂചനയാണല്ലോ. കരങ്ങൾ നീട്ടി സ്വീകരിച്ചു. ഒരു പുൽപ്പായ, അന്ന് ഇതേപോലത്തെ കസേരകളൊന്നും ഇല്ലാത്ത കാലമായിരിക്കാം, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഒരു പുൽപ്പായയിൽ, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആരെങ്കിലും വീട്ടിൽ വന്നാൽ ഒരു തിണ്ണയുണ്ടാവും, ആ തിണ്ണയിലൊരു പായ വിരിച്ചു കൊടുക്കും. അവർ പോയി കഴിഞ്ഞാൽ ഈ പായ എടുത്ത് മടക്കി ഭദ്രമായിട്ട് വയ്ക്കും, അഴുക്ക് കയറാതെ, അടുത്ത ആരെങ്കിലും വരുമ്പോൾ വിരിച്ചു കൊടുക്കാൻ.
പുൽപ്പായയുടെ പുറത്ത് ഖദർ തുണി കൊണ്ട് മൂടിയിരുന്നു, വിരിച്ചിരുന്നു. മൂടിയിരുന്നു എന്നോ വിരിച്ചിരുന്നു. അവിടെ രണ്ടുപേരും ഇരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് ഭാഷ അറിയാമെന്നുള്ളവരാണ്. അപ്പോൾ മൂന്നാമതൊരു ദ്വിഭാഷിയെ അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ആരാണ് ദ്വിഭാഷി എന്ന കാര്യത്തിൽ അവിടെ തർക്കമില്ല. കുമാരുണ്ട്, അതായത് എൻ കുമാരനാശൻ. ആ വന്നു കയറി അവിടെ ഇരുന്നുടനെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഒരു ചോദ്യം, ഇംഗ്ലീഷ് അറിയാമോ? ഗുരുദേവൻ്റെ മറുപടി അറിയില്ല. ഗുരുദേവൻ മറ്റൊരു ചോദ്യം ചോദിച്ചു, അതും പത്രത്തിലില്ല, ഇന്നത്തെ ചരിത്രത്തിൽ ഇല്ല. സംസ്കൃതം അറിയാമോ? ഗാന്ധി അറിയില്ല. ഇവിടെ എൻ്റെ ദൃഷ്ടിയിൽ ഒരു സംസ്കൃത പണ്ഡിതനോട് ഞാൻ എന്തിന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് മനസ്സിലായല്ലോ. ഏത് കാലഘട്ടത്തിൽ വന്നു എന്നോ അതാണ് അവിടെ ആ കാലഘട്ടം പറയാൻ കാര്യം. അന്ന് ഒരു സ്കൂളിൽ ഇംഗ്ലീഷ് വന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്വാതി തിരുനാളിൻ്റെ കാലത്ത് പിന്നീട് വളരെ കാലം കഴിഞ്ഞു ഇംഗ്ലീഷ് പ്രചാരത്തിൽ വരെ. അപ്പോൾ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലാണ് ഗാന്ധി ഗുരുദേവനോട് ചോദിക്കുന്നത് ഇംഗ്ലീഷ് അറിയാമോ എന്ന്. ആ ചോദ്യം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ആ ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. ഒരു സംസ്കൃത മഹാപണ്ഡിതനോട് ഇംഗ്ലീഷ് അറിയാമോ എന്ന് വന്ന് ചോദിക്കുക. തമിഴ് അറിയാം, അദ്ദേഹത്തിന് 3 ഭാഷകൾ അറിയാം. ഇംഗ്ലീഷ്, സംസ്കൃതം അറിയാം, തമിഴ് അറിയാം, മലയാളം അറിയാം. അപ്പോൾ അങ്ങനെ അറിയാമോ? ഇദ്ദേഹം അറിയില്ല എന്ന് പറഞ്ഞു. തുടർന്ന് ദ്വിഭാഷിയുടെ സഹായത്തോടു കൂടി സംസാരിച്ചു. അയിത്തമില്ലാതാക്കാൻ, അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ അയിത്തോച്ചാരണം എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം. കാര്യം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പദ്യം ഇരിപ്പുണ്ടല്ലോ, ചാതുർവർണ്ണം മയാ സൃഷ്ടം എന്നുള്ള പദ്യം ഇരിപ്പുണ്ടല്ലോ. ഗുരുദേവൻ പറഞ്ഞു, ഇല്ലല്ലോ, അങ്ങനെ ഒരിടത്തും പറയുന്നില്ലല്ലോ. കാര്യം ഈ മയാസൃഷ്ടം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഗുരുദേവൻ അറിയാം. ഞാൻ നിൽക്കട്ടെ, അങ്ങനെ ഒരിടവും പറയുന്നില്ലല്ലോ. അപ്പോൾ സംഭാഷണത്തിന് എന്ന് വെച്ചാൽ അവിടെ നിന്ന് തുടങ്ങി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ആദ്യ സംഭാഷണം ഇങ്ങനെയാണ്, അയിത്തത്തിനെ കുറിച്ചാണ്. ഈ അയിത്തം ചോദിച്ചാണ് എവിടെ പോയി എത്തുന്നത്? ഗുരുദേവൻ വിട്ടുകൊടുത്തില്ല. അവസാനം മാവും മാവലയിലും ഒക്കെ ഉദാഹരണ സഹിതം ഇതിനെക്കുറിച്ച് വലിയൊരു വാദം തന്നെ അവിടെ ഉണ്ടായി. ഈ തർക്കം ഏതാണ്ട് 3:30 മണിക്ക് തുടങ്ങുന്നത് 6 മണി വരെ. അങ്ങനെയാണ് മാവും മാവലയൊക്കെ ഇദ്ദേഹം അതിൻ്റെ ഉദാഹരണം അങ്ങോട്ട് പറയുകയും ആ പറഞ്ഞ ഉദാഹരണം തന്നെ തിരിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് തൽക്കാലം ഗാന്ധി മാറിയിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോയി. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം നടക്കുകയാണല്ലോ, അത് ഈ നിലയ്ക്ക് നടന്നാൽ മതി എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഗുരുദേവൻ പറഞ്ഞു, ധാരാളം, ഈ നിലയ്ക്ക് നടന്നാൽ മതി. ഇപ്പം തന്നെ അത് നല്ല രീതിയിലാണ് അവിടെ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ചോദ്യം വീണ്ടും, അവിടെ ഒരു സംഘടിത ശക്തിയാകണ്ടേ? കുറച്ചുകൂടെ ബലാബലം നമ്മൾ നടത്തണ്ടേ? ഏറ്റവും വലിയ അഹിംസാവാദിയാണ് ചോദിക്കുന്നത്. അങ്ങേക്ക് വേണമെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ പുസ്തകം എടുത്ത് നോക്കാം. ഏറ്റവും വലിയ അഹിംസാവാദി എന്ന് പറയുന്ന വ്യക്തിയാണ് ഗാന്ധിയാണ് ചോദിക്കുന്നത്, സംഘടനാ ബലം കുറച്ചുകൂടെ വേണ്ടേ? ഗുരുദേവൻ പറഞ്ഞു, വേണ്ടല്ലോ. സംഘടനാ ബലം വൈദിക മതത്തിൽ പറയുന്നില്ല, അത് രാജാവിന് വേണം, ഭരണാധികാരികൾക്ക് വേണം. സാധാരണ ജനങ്ങൾക്ക് സംഘടനാ ബലം പാടില്ല. കാര്യം പ്രജകളെ നന്നാക്കലിന് രാജാവിൻ്റെ കർത്തവ്യമാണ്. ജനം സംഘടിക്കാൻ പാടില്ല. ജനം സംഘടിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് മനീഷിമാർക്കറിയാം. പ്രജകൾ സംഘടിക്കാൻ പാടില്ല. പക്ഷെ അത് ആ പ്രജകൾ സംഘടിക്കാൻ പാടില്ല എന്നുള്ള കാര്യം, സംഘടിക്കുന്നത് രാജ്യത്തിന് ആപത്തെന്നുള്ള കാര്യം ഭരണാധികാരി എന്നും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ വൈക്കം ഹിന്ദുമതത്തിൽ അങ്ങനെ സംഘടിക്കണം എന്ന് പറയുന്നില്ല. ഇങ്ങനെ ഹിന്ദുമതത്തിലെ
ഓരോ കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചോദിച്ചാലും അത് ഹിന്ദു മതത്തിൽ അങ്ങനെ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഈ ചോദ്യം നീണ്ടങ്ങ് പോവുകയാണ്. എല്ലാത്തിനും ഇതിനിടയ്ക്ക് വെച്ച് ഒരു ചോദ്യം കൂടെ ചോദിച്ചു, മതപരിവർത്തനം നല്ലതല്ലേ? ഗുരുദേവൻ പറഞ്ഞു, മതപരിവർത്തനം നല്ലതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എല്ലാ മതത്തിലും ദൈവമുണ്ട്. അപ്പോൾ ഒരു നല്ലതോ ഒരു ചീത്തയോ, അദ്വൈതിക്ക് നല്ലതും ചീത്തയും ഇല്ലല്ലോ. ഒന്ന് നല്ലതും ഒന്ന് ചീത്തയെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അവിടെയും ആ ചോദ്യത്തിനും ഉത്തരമായി. ഇപ്രകാരം ഇവരുടെ കൂടിക്കാഴ്ച, സംഭാഷണം നീണ്ട് 6 മണിവരെ പോയി. എന്നിട്ടാണ് ഇദ്ദേഹത്തെ അവിടെ നമ്മുടെ വൈദിക മഠത്തിലേക്കാണ് കൊണ്ടുപോയത്. വൈദിക മഠത്തിലാണ് അന്നത്തെ രാത്രി. പിറ്റേ ദിവസം 6 മണിക്ക് ഗുരുദേവൻ അങ്ങോട്ട് പോയി കണ്ടു. ആ 6 മണിക്ക് ശേഷം അവർ അവിടെ എത്രയും ചുറ്റിക്കറങ്ങുകയാണ്. ശാരദാദേവിയുടെ ആ പരിസരങ്ങളും ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളും മറ്റുള്ള കാര്യങ്ങളും അവിടെ കുറച്ച്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വിദ്യാലയമുണ്ട്. വിദ്യാലയത്തിൽ കുറച്ച് ഹരിജൻ കുട്ടികളുണ്ട്. ആ ഹരിജൻ കുട്ടികളെ വിളിച്ചു. അവർ ഒരു പാട്ട് പാടി. അത് ദൈവദശകമോ പാടിക്കൊടുത്തത്. അപ്പോൾ ഗാന്ധി അതിൻ്റെ അർത്ഥം ചോദിച്ചു, എന്താണ് അതിൻ്റെ അർത്ഥം? കുമാരു നല്ലവണ്ണം അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ച കാര്യം, അവിടെ എഴുതിയ ആളിനേക്കാൾ വ്യാഖ്യാനം മറ്റൊരാൾ ചെയ്യുന്നതാണ്. അതാണ് ഈ കവിതയുടെ പ്രത്യേകത. കവിതയ്ക്ക് എഴുതിയ ആളിൻ്റെ വ്യാഖ്യാനത്തിനേക്കാൾ നല്ലത്. താങ്കളൊരു കവിയാണെങ്കിൽ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം എഴുതുന്നു, അതിൻ്റെ ശക്തമായ അന്തസത്ത പോകാതെ വേറൊരു വ്യക്തി വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ ഭംഗിയൊന്ന് വേറെയാണ്. അപ്പം ഞാൻ രാവിലെ ബലികുടീരത്തിന് മറ്റൊരു അർത്ഥമുണ്ടെന്ന് പറഞ്ഞില്ലേ, അതേപോലെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന രീതിയിൽ മൂല അർത്ഥത്തിൽ നിന്നും കാര്യമായ മാറ്റം വരുത്താതെ നമുക്ക് മറ്റൊരർത്ഥം. അപ്പോൾ കുമാരു നല്ല രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചു കൊടുത്തു. വ്യാഖ്യാനം കേട്ടു. അദ്ദേഹത്തിന് തൃപ്തിയായി. അതിനേക്കാൾ അദ്ദേഹത്തിന് തൃപ്തിയായത് ഈ കുട്ടികൾ ഈ പദ്യം ചൊല്ലിയ ആ രീതിയുണ്ടല്ലോ, ആ രീതിയാണ് അദ്ദേഹത്തെ ഏറെ സന്തോഷിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് പോകാൻ സമയമായി. അതിനു മുമ്പ് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ഒരു പ്രസംഗമുണ്ട്. അതിലാദ്യം മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ് പ്രസംഗിച്ചത്. അദ്ദേഹം സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് ഈഴവ സമുദായത്തിലുള്ളവർക്ക് നെയ്ത്ത് വ്യാപകമായി ചെയ്യുന്നുണ്ട്. 2 തൊഴിലുകളാണ് ഈഴവ സമുദായത്തിൻ്റെ കുലത്തൊഴിലുകളായിട്ട്, ഒന്ന് ചെത്തും മറ്റൊന്ന് നെയ്ത്തും. അതിൽ ഭൂരിപക്ഷം ആൾക്കാരും നെയ്ത്തുകാരാണ്. ചില ചരിത്രകാരന്മാരാണ് ഇവരെ ചെത്തുകാരാക്കി മാറ്റാൻ വേണ്ടി, അത് ഈ ചരിത്രം നമ്മൾ കൂടുതൽ വായിക്കുമ്പോൾ ഇതിൻ്റെ മധ്യവർത്തി ഉണ്ടല്ലോ, ഭരണത്തിനും ജനത്തിനും ഇടയിൽ നിൽക്കുന്ന മധ്യവർത്തി, അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നെയ്ത്താണ്. അതിൻ്റെ സ്ഥാനത്ത്, കൈത്തറിയുടെ സ്ഥാനത്ത് നിങ്ങൾ ഖദർ കൊണ്ടുവരണം. അപ്പോൾ ഇദ്ദേഹം ഗാന്ധിജി പ്രസംഗിക്കുന്നത് സശ്രദ്ധം ഇദ്ദേഹം, അതായത് ഗുരുദേവൻ കേൾക്കുകയാണ്. കേട്ട് ബുദ്ധിമുട്ടുള്ളിടത്തെല്ലാം ചില ഇതൊക്കെ അർത്ഥം കുമാര് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹം എണീറ്റ് ഇത്ര മാത്രം പറഞ്ഞു, എന്താണോ ഗാന്ധി പറഞ്ഞത് അത് നിങ്ങൾ ചെയ്യണം. അത്രയെന്ന് വെച്ചാൽ കുറച്ച് ഇത്തിരി പ്രസംഗം നീണ്ടുപോയി. യാത്രയാക്കാൻ കാറ് ഉള്ള സ്ഥലം വരെ ആര് വരുന്നു? നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ വരികയാണ്. കാറിൻ്റെ അടുത്ത് യാത്രയാക്കി. അന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് വെച്ച് ഗാന്ധിജി പങ്കെടുക്കുന്ന ഒരു മഹായോഗമുണ്ടായിരുന്നു. ആ മഹായോഗത്തിൽ ഗാന്ധിജി പ്രസംഗിച്ചു. അതിൻ്റെ ഒരു ഭാഗം മലയാള പരിഭാഷ ഞാനിവിടെ അവതരിപ്പിക്കാം. അദ്ദേഹം തുടർന്നത്
ഇങ്ങനെയാണ്: മനോഹരമായ തിരുവിതാംകൂർ രാജ്യം സന്ദർശിക്കാനിടയായതും പുണ്യാത്മാവായ ശ്രീനാരായണ ഗുരു സ്വാമി തൃപ്പാദങ്ങളെ സന്ദർശിക്കാനിടയായതും എൻ്റെ ജീവിതത്തിലെ പരമഭാഗ്യമായി ഞാൻ വിചാരിക്കുന്നു. ഗുരുസ്വാമിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് മഹാറാണി തിരുമനസ്സും എന്നോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവിടുത്തെ അന്നത്തെ ഭരണാധികാരിക്കും നല്ലവണ്ണം, അല്ലെങ്കിൽ ആ രാജകുടുംബത്തിലുള്ള മഹാറാണിക്കും ഈ ശ്രീനാരായണ ഗുരുദേവനെ പരിചയമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അദ്ദേഹത്തിൻ്റെ മഹത് പ്രവൃത്തികൾ രാജകൊട്ടാരത്തിലും എത്തിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ പറയുമ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വരികയാണ്. ഇത് രണ്ട് വ്യക്തികളാണ്, ഗുരുദേവനും ഗാന്ധിയും. ഇവരുടെ രണ്ടുപേരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതകൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഗുരു മാംസാഹാരി ആയിരുന്നില്ല, അതുപോലെ തന്നെ ഗാന്ധിയും മാംസാഹാരി ആയിരുന്നില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും മാംസാഹാരം കഴിക്കാത്തവരായിരുന്നു എന്ന ആ കാഴ്ചപ്പാട് നമ്മളെന്നും ഓർമ്മിക്കേണ്ടതാണ്. നമ്മുടെ മലയാള നാട്ടിൽ ഒരു ചൊല്ലുണ്ട്. പലപ്പോഴും ഇത് താഴ്ന്ന ജാതിക്കാർക്ക് ഇടയിൽ ഈ ചൊല്ല് വളരെ കൂടുതലാണ്. കൊന്നാൽ പാവം, തിന്നാൽ തീരും. അതായത് ഒരു പാവം തീർക്കാൻ വേണ്ടി, അതായത് കൊന്നുപോയി, ആ പാവം തീർക്കണമെങ്കിൽ അതിനെടുത്ത് തിന്നാൽ മതി. വളരെ വിചിത്രമാണ്. അതായത് ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ അവർ മറ്റൊരു വാക്ക് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ ഇത് ഭാരതീയ ചിന്തയാണോ? കൊന്നാൽ പാവം തിന്നാൽ തീരും എന്നുള്ളത് ഭാരതീയ ചിന്തയാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഗുരുദേവൻ പറയുന്നത് കൊന്നാൽ മാത്രമേ തിന്നാൻ ആളുള്ളൂ എന്നല്ല, തിന്നാൻ ആളുണ്ടെങ്കിലേ കൊല്ലൂ. അപ്പോൾ ആർക്കാ പാവം കൂടുതൽ? പാവം കൂടുതലാരാ? ആർക്കാ തിന്നുന്നു? അപ്പം ഞാൻ ഇറച്ചി മാച്ച് തിന്നുന്നുവെങ്കിൽ എനിക്ക് ഇറച്ചി ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നു. എനിക്ക് വേണ്ടി ഇറച്ചിക്കാരൻ അത് ചെയ്യുന്നു. അപ്പോൾ പാപം ആർക്കാണ്? അപ്പോൾ കൊന്നാൽ പാവം തിന്നാൽ തീരില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, മാംസം ആവശ്യമുള്ളവർ കഴിച്ചോണം, കഴിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു ജീവി നമ്മെ കൊന്ന് തിന്നുന്നത് നമുക്കിഷ്ടപ്പെടുമോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അവയെ നമുക്ക് കൊന്നു തിന്നാൻ എന്താണ് അവകാശമുള്ളത്? ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് കൊച്ചു കുട്ടികളെ കൊണ്ടുപോയിട്ടാണ് കോഴിക്കടയിൽ കൊണ്ടുപോയിട്ട് ഈ വെട്ടുന്ന കോഴിയൊക്കെ വാങ്ങുന്നത്. അപ്പോൾ ഈ നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കോഴി കൊല്ലുന്ന ഭാഗത്തേക്ക് എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബ വീട്ടിലൊക്കെ നേരത്തെ അതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഏതാണ്ട് മാംസാഹാരത്തിൽ നിന്നും ഒഴിവാകുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങൾ കൊണ്ട് ഞാൻ കഴിയുന്നത്ര ഒഴിവാകുന്നുണ്ട്. അത് പുറത്തു പോയാൽ എല്ലാവർക്കും ഒപ്പം എന്താണോ കിട്ടുന്നത് അത് കഴിക്കും. കഴിയുന്നത്ര ഈ സന്ദർഭങ്ങൾ ഞാൻ അങ്ങ് ഒഴിവാക്കി കളയും. അപ്പോൾ അവിടെ ഇങ്ങനെ കൊല്ലുമ്പോൾ നമ്മൾ കൊച്ചു കുട്ടികൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഓടണമെന്ന് പറയും, ഇവിടെ കണ്ടുപോരുത്. ആ ഒരു രീതിയാണ് ഉള്ളത്. പക്ഷെ ഇന്ന് അതല്ലല്ലോ കാണുന്നത്. ഈ കുട്ടിയും കൊണ്ട് നേരെ അവിടെ പോകുന്നു, അത് കട്ട് ചെയ്യുന്നത് കാണുന്നു. അപ്പോൾ അവൻ്റെ മനസ്സിലും ഏതാണ്ട് ഈ രീതികൾ, കുട്ടികളുടെ സ്വഭാവത്തിലും രീതി മാറുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്ക് ഇത്തിരി പാചകമൊക്കെ അറിയാം. അപ്പം നമ്മൾ മാംസം എല്ലാവർക്കും
മാംസം ഇഷ്ടമാണ്. ഈ മാംസം എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു? അതിൽ ചേരുവകൾ ചേരുന്നത് കൊണ്ടാണ് അതിന് സ്വാദിഷ്ടമാകുന്നത്. മാംസത്തിൽ എന്തൊക്കെ ചേരുവയാണോ ചേർക്കുന്നത് അത് ഉരുളക്കിഴങ്ങിലോ വഴുതനങ്ങയിലോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതേ സ്വാദ് ഇതിനും കിട്ടും. പക്ഷെ നമുക്ക് മനസ്സിനും കൂടെ ഒരു തൃപ്തി വേണം. നമ്മളങ്ങനെ ചെയ്യില്ല. ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ വെച്ചാലും മാംസത്തിൻ്റെ അതേ മണമാണ് വരുന്നത്. മാംസത്തിനേക്കാൾ അതിൽ കൊഴുപ്പ് കൂടുതലുമാണ്, ഉരുളക്കിഴങ്ങിൽ കൊഴുപ്പ് കൂടുതലുമാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്ത് ഇറച്ചി എന്നുള്ള ഒരു ഭാവം ഉണ്ടായിപ്പോയി. അതാണ് മാംസത്തിനോടുള്ള അവൻ്റെ ആർത്തി കൂട്ടുന്നത്. ഇനി ഇക്കാര്യത്തിൽ ഒരു ഉദാഹരണം പറയണം. അതിന് കേരളത്തെക്കുറിച്ച് ഞാൻ നേരത്തെ ഉള്ള കാര്യം പറഞ്ഞിരുന്നു, മൃഗാലയമാണെന്ന് പറഞ്ഞിരുന്നു. അത് ആധുനിക കാലത്ത് വരുമ്പോൾ രാഷ്ട്രീയ അന്ധകാരം ബാധിച്ച മൃഗാലയമാണ്. മൃഗാലയം മാത്രമല്ല, രാഷ്ട്രീയ അന്ധകാരം. എല്ലാ രാഷ്ട്രീയ പാർട്ടിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. രാഷ്ട്രീയ അന്ധകാരം ബാധിച്ച ഒരു മൃഗാലയമാണ്. നമ്മളിങ്ങനെ റോഡിൽ കൂടെ നടക്കുമ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരിക്കൽ ഒരു കാശ്മീർ പണ്ഡിറ്റ് തിരുവനന്തപുരത്ത് വന്നു. ഒരു 20 വർഷത്തെ അപ്പുറത്താണ്. ചില സാങ്കേതികമായ കാരണങ്ങളാൽ എനിക്കാണ് അദ്ദേഹത്തെ കന്യാകുമാരിയിലേക്ക് കൊണ്ടുപോകാനുള്ള അവസരമല്ല, ചില സാങ്കേതിക കാരണത്താൽ എനിക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തെയും കൊണ്ട് ഞാൻ പോവുകയാണ്. പോയി അന്നൊരു ബക്രീദിൻ്റെ തലേ ദിവസമാണ്. അവിടെ നിന്ന് വന്ന് വണ്ടി പാപ്പനംകോട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കാണാം റോഡിൻ്റെ ഇരുവശവും ഇങ്ങനെ വെട്ടിത്തൂക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ നോക്കിയപ്പോൾ അത് കണ്ടപ്പോൾ തിരിച്ചു നോക്കി, ഇപ്പുറത്ത് നോക്കി, നോക്കി. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം കാശ്മീരുകാരനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, കാശ്മീർ പണ്ഡിറ്റാണ്. ഞാൻ എൻ്റെ നാട്ടിലുള്ള മുസ്ലിം സഹോദരങ്ങളെ ഇവിടെ ഇരുന്ന് മനസ്സുകൊണ്ട് നമിക്കുന്നു. ഞാൻ എൻ്റെ ഹിന്ദി പറയുന്നില്ല, സമയം ഇങ്ങനെ ദീർഘിച്ചു പോകും. എന്നിട്ട് എന്താ സാർ കാരണം? അശോക് ജി സഭി കേലിയെ കാട് ചായേന ഒരു മറ എല്ലാത്തിനും ഒരു മറ വേണ്ടേ? ഞങ്ങളവിടെ 95% ഹിന്ദുക്കളുള്ള ഏരിയയിൽ 95% മുസ്ലിങ്ങളുള്ള ഏരിയയിലാണ് ഞാൻ താമസിക്കുന്നത്. വെറും 5% മാത്രമേ ഉള്ളൂ അവിടെ ഹിന്ദുക്കൾ. പക്ഷെ അവർ ഞങ്ങൾക്ക് വേണ്ടി ഇത് മറച്ചു വെച്ചാണ് വെട്ടുന്നത്. ഇതേപോലെ പൊതുനിരത്തിൽ കൊണ്ട് തൂക്കിയിടാറില്ല. നമ്മളെ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, കാടിയായാലും മൂടി കുടിക്കണം. നമ്മൾ എന്താണോ തിന്നുന്നത് അത് മറ്റുള്ളവരറിയാൻ പാടില്ല. ഇവിടെ എന്താ നടക്കുന്നത്? മൃഗങ്ങളെ രാഷ്ട്രീയക്കാർ വഴിയിലിട്ട് കൊല്ലുന്നു, അതിനെ കറി വയ്ക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷ് വാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, ബീഫ് ഫെസ്റ്റിവൽ. റോട്ടിൽ തന്നെ ആഘോഷിക്കുന്നു. ഇത് ശരിയാണോ? ഒരു വിഭാഗത്തിന് മാംസം കഴിക്കാനുള്ള അവകാശമുണ്ട്, അതുപോലെ മറുവിഭാഗത്തിന് മാംസം കഴിക്കാതിരിക്കാനുമുള്ള അവകാശമുണ്ട്. പക്ഷേ ആനയുടെ പുറത്ത് പ്രതിഷ്ഠാവിഗ്രഹം കൊണ്ടുപോകുമ്പോൾ അത് ആനയോട് ക്രൂരത കാണിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ആനയെക്കൊണ്ട് തടി പിടിപ്പിക്കുമ്പോഴോ അത് ക്രൂരതയല്ല. അതിൻ്റെ അകത്തുള്ള പൊരുൾ എനിക്ക് മനസ്സിലാകുന്നില്ല. ആനയെ വെയിലത്തൂടെ നടത്തിക്കുമ്പോൾ അത് ക്രൂരതയാണെന്ന് പറയുമ്പോൾ, മാംസങ്ങൾ വെട്ടിത്തൂക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് ജീവനുള്ള മൃഗങ്ങളെ കൊണ്ട് കെട്ടിയിരിക്കുന്നതോ? ഇതൊക്കെ എൻ്റെ മനസ്സിൽ സ്വാഭാവികവുമായിട്ടുണ്ടാകുന്ന ഈ സമൂഹത്തിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ. ചിന്തിക്കണം. ചിലത് മാത്രം പാപം, ചിലത് മാത്രം അവകാശ ലംഘനം, ചിലതിൽ മാത്രം അവകാശ ലംഘനമില്ല. ലംഘനം ഉണ്ടെങ്കിൽ എല്ലാത്തിലും ലംഘനമുണ്ടാകും.
ഗുരുദേവൻ ഈ എല്ലാ കാര്യങ്ങളിലും കൃത്യനിഷ്ഠയുള്ള വ്യക്തിയായിരുന്നു. അപ്പം അദ്ദേഹം പറയുന്നത് ഒരു പീഡ, അനുകമ്പാ ദശകത്തിൽ പറയുന്ന ഒരു ശ്ലോകമുണ്ട്, ഒരു പീഡ ഉറുമ്പിനു പോലും എന്നാണ് അത് തുടങ്ങുന്നത്. ഞാൻ ആ കവിത ഒന്ന് ചൊല്ലാം. കവിത ചൊല്ലുക എന്ന് പറയുമ്പോൾ തന്നെ ചിരി വരുന്നു അല്ലേ? അത് എൻ്റെ കവിതയുടെ ശൈലി ഉണ്ടായിരിക്കാം. എന്തായാലും എനിക്ക് പറഞ്ഞേ തീരൂ, കാര്യം എനിക്കൊരു മോഹമല്ലേ കവിതകൾ പറയാൻ. പറയട്ടല്ലോ. ഒരു പീഡ ഉറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും അരുളാൽ വരുമിമ്പം അൻപകർന്നൊരു നെഞ്ചാൽ വരുമല്ലൊക്കെയും ഇരുളൻപിനെ മാറ്റു അല്ലലിൻ കരുവാകും കരുവാമിതേതിനും. അപ്പോൾ ഒരു പീഡ, ഒരു ദുഃഖം ഉറുമ്പിന് പോലും വരുത്താൻ പാടില്ല. നമ്മൾ നടന്നു പോകുമ്പോൾ എത്രയോ ഉറുമ്പിനെ ചവിട്ടുന്നു. അപ്പോൾ അങ്ങനെ പോലും ആകാൻ പാടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ സഹജീവികളോട് ഉള്ള സ്നേഹം. അപ്പോൾ ഗുരുദേവൻ എപ്പോഴും മാംസാഹാരികളെ കണക്കിന് കളിയാക്കിയിരുന്നു. അതിനൊരു ഉദാഹരണം പറയാമെങ്കിൽ, ഒരു ഗുരുഭക്തനായിരുന്നു സരസകവി മുല്ലൂർ പത്മനാഭപ്പണിക്കർ. ഒരു കവിയും ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ മുല്ലൂറിനൊരു എപ്പോഴും ഒരാഗ്രഹമേ ഉള്ളൂ, മാംസം കഴിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരു മാംസപ്രിയനായിരുന്നു. ഗുരുദേവനോ ഇക്കാര്യം തീരെ ഇഷ്ടമില്ല. മാംസം കഴിക്കുന്നവരെ പോലും ഗുരുദേവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഈ മുല്ലൂർ ഗുരുദേവൻ്റെ അടുത്ത് ഇരുന്ന് സംഭാഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ ഗുരുദേവൻ ചോദിച്ചു, മരിച്ച വീട്ടിൽ പോയാൽ എന്തെങ്കിലും ശുദ്ധി കലശം ചെയ്യണോ? മരിച്ച വീട്ടിലാണ് പോയത്, അവിടെ പോയിട്ടാൽ എന്തെങ്കിലും ശുദ്ധി കലശം ചെയ്യണോ? അതേസമയം ചെയ്യണമല്ലോ. എന്താ? 3 പ്രാവശ്യം നദിയിൽ മുങ്ങി കുളിക്കണം. 3 പ്രാവശ്യം നദിയിൽ മുങ്ങിക്കുളിക്കണം. ഗുരുദേവൻ അപ്പോൾ ചോദിച്ചു, അത് പ്രേതത്തിൽ ശവത്തിൽ തൊട്ടാലോ? അയ്യോ, ശവത്തിൽ തൊടുകയോ? അങ്ങനെ ഏതെങ്കിലും തൊടാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിലൊന്ന് തൊട്ടാൽ 12 പ്രാവശ്യം നദിയിൽ മുങ്ങിക്കുളിക്കണം. 12 പ്രാവശ്യം. അത് കേട്ടിട്ട് ഗുരുദേവൻ ചിരിച്ചു. 3ാമത്തെ ചോദ്യം, അപ്പോൾ ശവത്തെ തിന്നാലോ? കാര്യം മാംസം എന്ന് പറയുന്നത് ഏതിൻ്റെ ആയാലും ശവമാണല്ലോ, അത് തിന്നാലോ? മുല്ലൂരാകെ തല താഴ്ത്തി എന്ത് മറുപടി പറയണം എന്നുള്ള അവസ്ഥയിലായി. അപ്പോൾ ഇതേ ഉപദേശം അദ്ദേഹം അരിപ്പുറത്തും പലർക്കും നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ ഈ ഉപദേശം സ്വീകരിക്കാൻ വരുമ്പോൾ ഭക്തജനങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും ആയിരിക്കുമല്ലോ. മാംസം കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഒരു വിരുദൻ ചോദിച്ചു, പാല് കുടിക്കാമോ എന്ന് ചോദിച്ചു. കുടിക്കാമല്ലോ, പിന്നെ എന്താ മാംസം കഴിച്ചാലുള്ള? പാല് കുടിക്കുന്നു, പിന്നെ എന്താ മാംസം കഴിച്ചാൽ ബുദ്ധിമുട്ട്? എന്നിട്ട് ഇയാൾ ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ആത്മാഭിമാനത്തോടെ നോക്കിയാണ്. ഗുരുദേവൻ ചിലപ്പോഴൊക്കെ കുറച്ച് സമയമെടുത്തേ മറുപടി കൊടുക്കാറുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ചുരുങ്ങിയ വാക്കുകളിലേ മറുപടി കൊടുക്കാറുള്ളൂ. ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടത്താറുണ്ട്. ചിലപ്പോൾ ഈ അഹങ്കാരികളെ അദ്ദേഹം വളരാനുള്ള സമയം കൊടുക്കും. യുവനങ്ങ് ഷർട്ടൊക്കെ ഇങ്ങനെ നേരെ ഇട്ടിട്ട് എല്ലാവരെയും ഷർട്ട് ഇട്ടിട്ടുണ്ട്, എന്തായാലും ആത്മാഭിമാനത്തിൻ്റെ ലക്ഷണമൊക്കെ കാണിച്ച് ഗുരുദേവൻ്റെ ഉത്തരം മുട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും നോക്കുകയാണ്. ഗുരുദേവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി, അമ്മ പാല് തന്നിട്ടുണ്ടേ,
തന്നിട്ടുണ്ടോ? സ്തനപാനം നടത്തിയിട്ടുണ്ടോ? സ്തനപാനത്തെയാണ് ഉദ്ദേശിച്ചത്. അതെ അതെ, അമ്മ എനിക്ക് പാല് തന്നിട്ടുണ്ട്. അമ്മ ഇപ്പം മരിച്ചോ? ഉണ്ടോ? മരിച്ചു പോയി. ശവം കുഴിച്ചിട്ടോ തിന്നോ? അയാൾ പിന്നെ ആ പ്രദേശത്ത് ഇരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ മാംസാഹാരികൾക്ക് കണക്കിനിട്ട് കൊടുക്കുക, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുക, ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു വിനോദമെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ അവരുടെ മാംസാഹാരം അതിനെ ഒന്ന് ക്രമീകരിക്കണം, അത് ഇവരെ ജീവിതത്തിൽ നിന്ന് മാറ്റണം എന്ന ആഗ്രഹമുള്ളതായിരുന്നു. ഈ സമയത്ത് എനിക്ക് ബെർണാഡ് ഷായെ ഓർമ്മ വരെയാണ്. അങ്ങേക്കറിയാമല്ലോ, ബെർണാഡ് ഷാ ഇനി ഇംഗ്ലീഷ് സാഹിത്യകാരനെന്ന് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞ ഒരു വാക്യത്തിൻ്റെ മലയാള പരിഭാഷ പറയാം. മനുഷ്യരുടെ ഉദരം പക്ഷിമൃഗാദികളുടെ ശവപ്പറമ്പാണ്. മനുഷ്യരുടെ ഉദരം പക്ഷിമൃഗാദികളുടെ ശവപ്പറമ്പാണ്. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. അപ്പം സാധാരണ ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കൊണ്ടുപോകുന്നത്? ശവപ്പറമ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ നമ്മൾ പക്ഷികളും മൃഗങ്ങളും മരിക്കുമ്പോൾ ഈ മാംസാഹാരികൾ അവരുടെ വയറ്റിനകത്തിട്ട് തന്നെയാണ് അതിനെ സംസ്കരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം കൂടെ ഗുരുദേവൻ നമ്മുടെ ബെർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മാംസാഹാരം നന്നല്ല, അത് ഈ സമൂഹത്തിന് നന്നല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഗുരുദേവൻ എന്ത് പറഞ്ഞാലും അതിൽ ശാസ്ത്രീയതയുണ്ട്. ഒന്ന് കാണാതെ മറ്റൊന്ന് പറയില്ല. ഇന്ന് വരെ ശാസ്ത്രീയമായിട്ടൊരു കാര്യം പറഞ്ഞ ഈ എല്ലാ നവോത്ഥാന നായകരും പ്രഗത്ഭന്മാരായിരുന്നു. പക്ഷേ ശാസ്ത്രീയമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എല്ലാം പിൽക്കാലത്ത് അത് നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതാണ്. ഉദാഹരണം, നേരത്തെ മലത്തിൻ്റെയും ശവത്തിൻ്റെയും കാര്യം പറഞ്ഞത്. വിവാഹത്തിന് 10 പേരെ, വിവാഹത്തെക്കുറിച്ചുള്ള ചിന്താഗതി പിന്നാലെ വരുന്നു, 10 പേരേ പാടുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് പലരും ഈ അദ്ദേഹത്തിൻ്റെ അനുയായികളെന്ന് സ്വയം അവകാശപ്പെട്ട് നടക്കുന്നവർ പോലും ആയിരക്കണക്കിന് ആൾക്കാരെ വിളിച്ചാണ് വിവാഹം നടത്തിയിരുന്നത്. പക്ഷേ കൊറോണ കാലത്ത് 10 പേരെ പോലും ഉൾപ്പെടുത്താൻ പറ്റിയില്ല എന്നത്. പിന്നെ ഈ ശിവഗിരി തീർത്ഥാടനത്തിന് ഒന്ന് സാങ്കേതികത്വം അദ്ദേഹം പറഞ്ഞു. 8 അത് തീർത്ഥാടനം വരുമ്പോൾ പറയാം. അതിൽ ഇന്ന് IT നമ്മുടെ മേഖലയിൽ എന്തുമാത്രം വികസിച്ചിരിക്കുന്നു. അന്ന് അദ്ദേഹം സാങ്കേതികത്വം പറഞ്ഞു, ടെക്നോളജി അദ്ദേഹം പറയുകയുണ്ടായി. അന്ന് ഇതിനെക്കുറിച്ച് IT മേഖലയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ഞാൻ ഒരു ചെറിയൊരു ചോദ്യം താങ്കളോട് ചോദിക്കാം. താങ്കളുടെ കുട്ടിക്കാലത്ത് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു സാധനത്തിനെക്കുറിച്ച് ഒരു ഐഡിയ എന്തെങ്കിലും താങ്കളുടെ മനസ്സിലുണ്ടായിരുന്നു? വളരെ കാലം കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ട് ആ ഐഡിയ ഒക്കെ വന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം, IT വിദ്യാഭ്യാസത്തെക്കുറിച്ച്. അതിൻ്റെ ആദ്യ രൂപം എന്ന് വെച്ചാൽ വിത്ത് പോലും ഇല്ലാത്തൊരു കാലത്ത് അതിനെക്കുറിച്ച് പറയുക, അത് വികസിക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും, ഇതാണ് ദൈവാംശത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, സംസ്കൃത വിദ്യാഭ്യാസത്തിനോടൊപ്പം ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരില്ല അതിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എടുത്തു, സംസ്കൃത വിദ്യാഭ്യാസത്തിനെ ഒഴിവാക്കി. ഗുരുദേവൻ അഹിംസാവാദിയാണ്, സസ്യാഹാരം കഴിക്കുന്നതിനെയാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. മാംസാഹാരം വർജിക്കണമെന്ന് അദ്ദേഹം നിശ്ചിതമായിട്ടും എല്ലാവരോടും ഉപദേശിക്കുമായിരുന്നു. ആ കാലഘട്ടത്ത് ബലി പോലുള്ള ആചാരങ്ങളുണ്ടായിരുന്നല്ലോ, അനാചാരങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പം അതിനെ അദ്ദേഹം എങ്ങനെയാണ് എതിർത്തിരുന്നത്? അതായത് ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരി, ലോകത്തിലെ ഏറ്റവും വലിയ നിഷേധി. പക്ഷേ ഇത് ഈ വിപ്ലവകാരിയായിരുന്നു, നിഷേധിയായിരുന്നു. ഒരിടത്തും ഒരു തുള്ളി രക്തം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കാരണം ചൊരിഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ എവിടെയാണോ രക്തം ചൊരിയുന്നത്
അവിടെ അദ്ദേഹം പ്രവർത്തിച്ചു കാണിച്ചു. അതിനൊരു ഉദാഹരണമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തിന് സമീപത്തായി, അതാണ്ട് ചെമ്പഴന്തിക്ക് സമീപത്തായി എന്ന് പറയുന്നത് കുറച്ചുകൂടെ നല്ലത്, ഒരു ശിവക്ഷേത്രമുണ്ട്. കോലത്തുകര ശിവക്ഷേത്രം. ഇന്നാണത് ശിവക്ഷേത്രമായിരുന്നത്. ഇന്ന് സാത്വികമായ പൂജയാണ് നടക്കുന്നത്. ഒരു കാലത്ത് അവിടെ, അതായത് ഒരു കാലത്തെന്ന് പറയുമ്പം ഗുരുദേവൻ ആ ക്ഷേത്രത്തിൽ വരുന്നതിനും വളരെ മുമ്പ് തന്നെ അവിടെ ബലി നടത്തിയിരുന്നു. ബലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിനകത്ത് ശ്രീഭദ്രയുടെ വിഗ്രഹത്തിന് മുന്നിൽ കോഴിയൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ച് അങ്ങ് കട്ട് ചെയ്ത് രക്താഭിഷേകം നടത്തുകയാണ്. അത് പിന്നെ കോഴി മതിയാകാതെ വന്നപ്പോൾ ആടായി, പിന്നെ വലിയ വലിയ മൃഗങ്ങളായി. ഈ രീതിയിൽ അവിടെ ബലി നടത്തി ദേവിയെ പ്രീതിപ്പിച്ച് വരികയാണ്. അദ്ദേഹം 1-2 പ്രാവശ്യം ആ ക്ഷേത്രത്തിൽ വന്നു. ഇതിൻ്റെ അടുത്താണല്ലോ, ചെമ്പഴന്തിയുടെ അടുത്താണല്ലോ, വന്നിട്ടുണ്ട്. ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. അദ്ദേഹം ഒരു കാര്യം പെട്ടെന്നൊരിക്കലും പറയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നീട് ഒരിക്കൽ വന്നപ്പോൾ അവിടെ ഒരു മൃഗത്തെ കൊണ്ട്, ബലിമൃഗത്തെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത് എന്നെ ബലി കൊടുക്കരുത്. അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, ദൈവത്തിന് രക്തം വേണം. ഇനി മറ്റൊരു കാര്യം പറയച്ചേ, ഈ മൃഗങ്ങളുടെ രക്തം വീണ് 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 വിഗ്രഹ ചൈതന്യം അത്രയും നശിച്ചു. വിഗ്രഹ ചൈതന്യം നിലവിൽ ആ ക്ഷേത്രത്തിലില്ല. അത് സാധാരണ ഭക്തന് മനസ്സിലാവില്ല, യോഗികൾക്ക് മനസ്സിലാവും. ഞാൻ പറയാറുണ്ടല്ലോ, ഇവിടെ വരുമ്പോൾ എനിക്ക് പോസിറ്റീവ് എനർജി ആണെന്ന് ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ ആ ചൈതന്യം നിലനിൽക്കുന്നു. അപ്പോൾ അത് ചിലർക്കറിയാം, ചൈതന്യം അവർക്ക് അനുഭവിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. അപ്പോൾ ആ വിഗ്രഹത്തിന് ചൈതന്യമില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അന്നേ ദിവസം തന്നെ അവിടെ ഉള്ളവരെല്ലാം പറഞ്ഞു. പക്ഷേ ക്ഷേത്ര ഭാരവാഹികൾക്ക് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എപ്പോഴും അങ്ങനെയാണല്ലോ, ക്ഷേത്ര സെക്രട്ടറിയും ക്ഷേത്ര പ്രസിഡൻറ്റും എന്നൊക്കെ പറയുമ്പോൾ ക്ഷേത്ര പ്രസിഡൻറ്റിൻ്റെയൊക്കെ വിചാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്ത്യൻ പ്രസിഡൻ്റ് ആണെന്നാണ്. ആ രീതിയിലാണ് പല ക്ഷേത്രത്തിലും പ്രസിഡൻറ്റുമാർ സ്ഥാനം അലങ്കരിക്കുന്നത്. അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സാധാരണ ജനങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. ഗുരുദേവൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഈ വിഗ്രഹം ഇനി ഇവിടെ വേണ്ട, കാരണം അതിൽ ചൈതന്യമില്ല. പകരം ഒരു ശിവലിംഗം നമുക്കിവിടെ പ്രതീക്ഷിക്കാം. അത് നല്ല ഒരു ഒരു ദീപത്തിൻ്റെ ആകൃതിയാണല്ലോ അതിനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ആൾക്കാർ രണ്ടായി, അവിടെയുള്ള ആൾക്കാർ രണ്ടായി. ഭൂരിപക്ഷം അത് മാറ്റണമെന്നാണ്. അങ്ങനെ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. ഭൂരിപക്ഷത്തിൻ്റെ മുന്നിൽ ക്ഷേത്രക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ക്ഷേത്രം നാട്ടുകാരുടേതാണല്ലോ, അവർ തീരുമാനിക്കും. അല്ല, ഇന്ത്യൻ പ്രസിഡൻറ്റിനെ പോലെ ക്ഷേത്ര പ്രസിഡൻറ്റ് തീരുമാനിച്ച കാര്യം നടക്കില്ലല്ലോ. അപ്പോൾ ആര് വിഗ്രഹം ഇളക്കും? എല്ലാവർക്കും പേടിയാണ്. ആരും അതിന് തയ്യാറായില്ല. എന്നാൽ ചില യുവാക്കൾ അതിന് നേതൃത്വം കൊടുത്തു. ഞങ്ങൾ ചെയ്യാം. ഓരോരുത്തരായി ക്ഷേത്രത്തിൽ കയറി അവർ കഴിയും വണ്ണം അതിനെ പിഴുതു മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. നടന്നില്ല. അത് പിഴുതു മാറ്റാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു, നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ മനസ്സിലൊരു പേടിയുണ്ട്. ഇന്നലെ അവർ ആരാധിച്ചിരുന്ന ഒരു മൂർത്തിയാണ്, അതിനെ ഇന്നെങ്ങനെ പിഴുതു മാറ്റാൻ കഴിയും? ആ പേടി കൊണ്ടാകാം അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ പലരും ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ ഗുരുദേവൻ തന്നെ അതിനുള്ളിലേക്ക് കയറിയിട്ട് തൻ്റെ ഇടത് കൈ അതിൽ ചുഴറ്റി വലിച്ചൊരൊറ്റപ്പിടി അതേ രീതിയിൽ ഇങ്ങനെ കറക്കി, ഈ രീതിയിൽ കറക്കിയെടുത്ത് ഇങ്ങനെ തന്നെ ക്ഷേത്രത്തിൻ്റെ പുറത്ത് കൊടുത്തു. അവിടെ നിന്ന് യുവാക്കൾ വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു, വടക്ക് ഭാഗത്ത് ഒരു തുണി മൂടിയിട്ട് കൊണ്ടുവയ്ക്കുക, ഒരു തിരി പോലും കത്തിക്കരുത്. തുണി മൂടി അവിടെ വെച്ചിരുന്നാൽ മതി. ഒരു തിരി, വിളക്ക് കത്തിക്കാത്തത് അല്ല, തിരി പോലും കത്തിക്കരുത് എന്ന് പറഞ്ഞു. പിന്നെ ക്ഷേത്രമൊക്കെ വൃത്തിയാക്കിയിട്ടാണ് അവിടെ ശിവപ്രതിഷ്ഠ നടത്തുന്നത്. ഇന്ന് ആ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത
പ്രശസ്തിയാണെന്ന ക്ഷേത്രത്തിന്. ഇങ്ങനെ അദ്ദേഹം ഒരു ഈ മനുഷ്യരോട് മാത്രമല്ല മാംസാഹാരം കഴിക്കരുത്, ദൈവത്തിനും മാംസാഹാരം വേണ്ട. അതൊരു ബൃഹത്തായ ഒരു ചിന്താഗതിയാണ്. അതായത് നമ്മളെന്തും ദൈവത്തിന് വേണമെന്ന് വിചാരിക്കും, നമുക്ക് വേണ്ടാന്ന് വിചാരിക്കും. ഇവിടെ അദ്ദേഹം ഒരേ സമയത്ത് ദൈവത്തിനും അത് വേണ്ട, മനുഷ്യനും വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ ഇളക്കി കളഞ്ഞു. ഇതുപോലെ നമ്മളെ ഇതിനേതാണ്ട് അടുത്ത് മംഗലത്തുകോണം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട്. അവിടെയും ഗുരുദേവൻ 2 or 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അവിടുത്തെ ആ ഉഗ്രരൂപിണിയാണ് ശ്രീഭദ്രയാണ്. ശ്രീഭദ്ര ഉഗ്രരൂപിണിയാണ്. ആ ഉഗ്രരൂപമുള്ള വിഗ്രഹത്തെ മാറ്റാൻ വേണ്ടി ആഗ്രഹിച്ചു, മാറ്റണമെന്ന് പറയുകയും ചെയ്തു. ആ പറഞ്ഞ സമയത്ത് തന്നെ അവിടെ ഒരു നിമിത്തം കണ്ടു. കുറച്ച് കട്ടുറുമ്പുകൾ അദ്ദേഹത്തിന് ചുറ്റും വന്നു. അതൊരു നിമിത്തമാണ്. ചിലപ്പോൾ ചിലതൊക്കെ അവർക്ക് സൂചന കിട്ടും. അവരൊന്ന് ആഗ്രഹിച്ചു. ആ സൂചന അദ്ദേഹം സ്വീകരിച്ചിട്ട് വേണ്ടാന്ന് വെച്ചു. ആ പ്രതിഷ്ഠ ഇപ്പോഴും അതേ പഴയ പ്രതിഷ്ഠ പുതുക്കി അവിടെ വെച്ചിട്ടുണ്ട്. തിരുമുടിയാണ് വെച്ചിട്ടുണ്ട്. വേണ്ടാന്ന് വെച്ചു. ഇവിടെ എന്തുകൊണ്ടാണ് എന്ന് ഒരു പക്ഷേ അങ്ങേക്ക് ചോദിക്കാം. നമ്മുടെ ത്രിഗുണങ്ങളുണ്ട്. നമ്മുടെ സത്വം, രജം, തമം. ഈ ത്രിഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇത് 3ഉം ജീവിതത്തിൻ്റെ ചവിട്ടുപടികളാണ്. അപ്പോൾ ശ്രീഭദ്രയ്ക്ക് ഒരു പക്ഷേ തമോ ഗുണ പ്രധാനമായിട്ട് കണ്ടതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അത് മാറ്റണമെന്ന് തോന്നിയത്. ഒരാൾ സദ്ഗുണത്തിൽ എത്തണമെങ്കിൽ തമോ ഗുണത്തിലുള്ള വ്യക്തി രജോ ഗുണത്തിൽ വന്നിട്ടല്ലേ സദ്ഗുണത്തിൽ വരാൻ പറ്റൂ. അപ്പോൾ അതിനൊരു ചവിട്ടുപടി വേണം. അതുകൊണ്ടായിരിക്കാം അങ്ങനൊരു സംഭവം ഉണ്ടായത്. ഇനി മറ്റൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ ഗുരുദേവൻ ശ്രീഭദ്രയുടെ രൂപം മാറ്റണമെന്ന് ആഗ്രഹിച്ച ഇതേ ഗുരുദേവൻ പിന്നീട് ഒരിക്കൽ ഭദ്രകാളി അഷ്ടകം എഴുതി. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ശ്രീമത് ശങ്കര എന്ന് തുടങ്ങുന്ന ആ ഭദ്രകാളി അഷ്ടകം എന്ന് പറയുന്നത് ഇന്നും തത്വജ്ഞാനികൾ മാത്രമല്ല സാഹിത്യകാരന്മാർ പോലും പറയുന്നത് ഈ ഭദ്രകാളി അഷ്ടകം പാടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പുറത്ത് പറയാൻ പറ്റാത്തതാണ്. എന്നുവെച്ചാൽ അത്ര ഐശ്വര്യങ്ങളുണ്ടാകുമെന്നാണ് പറയുന്നത്. അതിൽ ദേവിയുടെ ഘോരമായ രൂപത്തെയാണ് അദ്ദേഹം വർണ്ണിക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് നേരിട്ട്, ഞാൻ നേരത്തെ ഒരു ആഗ്രാ സംഭവം പറഞ്ഞപ്പോൾ ദേവി ആ രൂപത്തിനേക്കാൾ ഭയാനകമായിട്ടാണ് ദേവിയെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമായിട്ട് ഒരു ബന്ധം എൻ്റെ മനസ്സിൽ കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ 3 ഗുണങ്ങളെക്കുറിച്ച്. അപ്പോൾ ഈ 3 ഗുണങ്ങളെ ഭേദിച്ചിട്ട് വേണം നമുക്ക് അദ്വൈതത്തിലേക്ക് എത്താൻ. ആ അദ്വൈതത്തിലേക്ക് എത്തുമ്പോഴോ അവിടെ ഏത് രൂപം കണ്ടാലും അതെല്ലാം സമമാണ്. അതൊരു ഉറുമ്പായാലും ശരി, വലിയ മനുഷ്യനായാലും ശരി, ദൈവമായാലും ശരി, ഏത് രൂപത്തെ കണ്ടാലും അതെല്ലാം സമമായിട്ട് തോന്നും, ഒന്നതുപോലെ തോന്നും. അപ്പം അങ്ങനെ എത്തിയത് കൊണ്ടാകാം ഒരു പക്ഷേ അദ്ദേഹം ഇതിന് മാറ്റം വരുത്താത്തത്. ഇനി ഇതേ കാര്യം തന്നെ, ഈ അദ്വൈതത്തിൻ്റെ ഇതേ ലക്ഷണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മോപദേശ ശതകത്തിലും കാണുന്നത്. കേരളത്തിൻ്റെ ഭഗവത്ഗീത എന്ന അപരനാമവും ആത്മോപദേശ ശതകത്തിനുണ്ട്. അതായത് നമുക്ക് ഭഗവത്ഗീത വായിച്ചാൽ മനസ്സിലായില്ല എങ്കിൽ ഈ ആത്മോപദേശ ശതകം വായിച്ചിട്ട് ഭഗവത്ഗീത വായിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാകും.
അത്തരത്തിലുള്ള ഒരു കൃതിയാണ്. അദ്വൈതത്തിൻ്റെ ഏറ്റവും ബൃഹത്തായ ഉദാഹരണവുമാണ് ആത്മോപദേശ ശതകം. ഈ ഭയാനകമായ രൂപങ്ങൾ, ഈ ഭയാനകമായ രൂപങ്ങളെ അവിടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാകാം ഒരു പക്ഷേ ജനങ്ങൾ മൃഗബലി പോലുള്ള സമ്പ്രദായങ്ങൾ അവിടെ നടത്തിയിരുന്നത്. എന്നാൽ ഇവിടെ അദ്ദേഹം അതിനെ എടുത്തു മാറ്റാൻ വിചാരിച്ചപ്പോൾ തന്നെ എന്തൊക്കെ നിമിത്തങ്ങളുണ്ടായി, അതുകൊണ്ടത് ചെയ്തില്ല. എന്നാൽ ആ രൂപത്തെ അദ്ദേഹം തൻ്റെ സൃഷ്ടിയിലൂടെ, തൻ്റെ കാവ്യ സൃഷ്ടിയിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മറ്റനേകം കൃതികളുണ്ടല്ലോ, ആ കൃതികളിൽ കൂടെയും ഇതുപോലുള്ള രൂപത്തെ ഭേദിച്ചുകൊണ്ട് നമുക്ക് അദ്വൈത ചിന്താഗതി എങ്ങനെ മനസ്സിൽ വളർത്തിക്കൊണ്ടുവരാം, ഉയർത്തിക്കൊണ്ടുവരാം, നമ്മുടെ മനസ്സിലുള്ള ആ ചിന്തയെ എങ്ങനെ നമുക്ക് എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ നമുക്ക് അദ്വൈതത്തിൽ എത്തിച്ചേരാം, രണ്ടല്ല ഒന്നാണെന്ന ഭാവത്തിൽ എത്തിച്ചേരാം, അത് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ കാട്ടിത്തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സത്വരജ തമോ ഗുണങ്ങളെ ഭേദിച്ചുകൊണ്ട് ആ ത്രിഗുണങ്ങൾക്കും അപ്പുറമുള്ള ആ സത്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ കൃതികളെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതെ, ആ ഒരു സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും. അത് ആൾക്കാരിലേക്ക് എത്തിച്ചിട്ടുണ്ട് അദ്ദേഹം. ഇനി പ്രവർത്തിക്കേണ്ട നമ്മളാണ്. അതെ അതെ, അതായിരിക്കും ആ കൃതികളെ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠകൾക്ക് നമ്മൾ എത്ര പ്രാധാന്യമാണോ കൊടുക്കുന്നത്. ഇപ്പോൾ കോലത്തേര ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടു കൂടി പറയുന്നതാണ് ഇത് ഗുരുദേവൻ പ്രതിഷ്ഠിച്ചതാണ്. മംഗളത്തോണൻ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവരും പറയുന്നു ഗുരുദേവൻ ഈ പ്രതിഷ്ഠയെ എടുത്തു മാറ്റാൻ ആഗ്രഹിച്ചതാണ്, എന്നിട്ട് അദ്ദേഹം മാറ്റാതെ പോയതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടെയാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൃതിക്ക് നമ്മൾ എത്ര സ്ഥാനമാണ് കൊടുക്കുന്നത്? അവിടെ നമ്മൾ പിന്നോക്കമാണ്. അതുകൊണ്ട് നമ്മൾ ഈ പ്രതിഷ്ഠകൾക്ക് എത്ര ബഹുമാനമാണോ കൊടുക്കുന്നത്, എത്ര ആദരവാണോ കൊടുക്കുന്നത്, അതേപോലുള്ള ബഹുമാനവും ആദരവും അത് തുറന്നു നോക്കി അതിലെ വ്യാഖ്യാനിച്ച് അത് ഉൾക്കൊള്ളാനുള്ള കരുത്തും മനഃശക്തിയും നമ്മൾ കാണിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും കൂടെ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ശരിക്ക് ശ്രീനാരായണീയൻ ആയിത്തീരുന്നത്. ഗുരുദേവൻ്റെ ജീവിതയാത്ര നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അദ്ദേഹം ഒരു ബോധപ്രാപ്തനാണ്, ജ്ഞാനിയാണ്, എല്ലാവരോടും അനുകമ്പ ഉള്ളൊരു മഹാത്മാവാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഗുണങ്ങളെയെല്ലാം സാക്ഷിയായിട്ട് കാണാൻ സാധിക്കുന്ന മറ്റ് സംഭവങ്ങളെക്കുറിച്ച് അങ്ങൊന്ന് വിശദീകരിക്കാമോ? പറയാം. ഞാൻ നേരത്തെ ഇദ്ദേഹം ചെമ്പഴന്തിയിലെ കുടിപ്പള്ളിക്കുടത്തിൽ പഠിച്ചിരുന്ന കാര്യം പറഞ്ഞു. അപ്പോഴത്തെ ഒരു സംഭവം പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. ഇദ്ദേഹം പഠന സമയത്ത് നിന്നും ഇങ്ങനെ പുറത്തേക്ക് പോകും, അവസാനം സുഹൃത്തുക്കളെല്ലാം പിന്നാലെ പോയി അവിടെ ഒരു കുഷ്ഠരോഗിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ. പിന്നീട് മരുത്തോമലയിലെത്തിയപ്പോഴത്തേക്കും ഞാൻ പറയുകയുണ്ടായി, തായപ്പൻ്റെ പിതാവ് ഇവരുടെയൊക്കെ കുഷ്ഠൻ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് ബാഹ്യമായിട്ടുള്ള കുഷ്ഠരോഗം മാത്രമല്ല മാറ്റിയിട്ടുള്ളത്, മനസ്സിനെ കുഷ്ഠം രോഗിച്ച വ്യക്തികളുണ്ട്. അത് അരീപ്പുറത്ത് നടന്ന ഒരു സംഭവം. അരീപ്പുറത്ത് ഒരു ദിവസം ആൾക്കാരിങ്ങനെ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ ആഹാര സാധനവും പല സാധനങ്ങളും ഇങ്ങനെ കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞോന്ന് അറിയില്ല, ഒരു വസ്തു കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട്, ഇപ്പം കദളിപ്പഴം കിട്ടുകയാണെങ്കിൽ അദ്ദേഹം അതിൽ നിന്നും ഒരു ചെറിയ പഴം നോക്കിയെടുക്കും, എടുത്ത് തിന്നിട്ട് അവിടെ നിൽക്കുന്ന കൊച്ചു കുട്ടികൾക്ക് ഇത് കൊടുക്കും. എന്നിട്ട് അദ്ദേഹം പറയും കദളിപ്പഴം നല്ല സ്വാദുള്ളതാണ്, അതിൻ്റെ രസം കുട്ടികൾ അനുഭവിക്കട്ടെ. അപ്പം അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് കദളിപ്പഴം കൊടുക്കണമെന്നാണ്. ഇപ്പം ചില സംഭവങ്ങൾ, ചില കഥകൾ, ആ കഥകളിൽ നിന്ന് നമുക്ക്
ഒരു അനുഭവമാണ് കിട്ടുന്നത്. ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കുട്ടിക്കാലത്തുള്ള ബാലലീലകളിൽ പ്രധാനപ്പെട്ടതാണ് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യും. ശ്രീകൃഷ്ണൻ വെണ്ണ മോഷ്ടിക്കും. അമ്മ അല്ലെങ്കിൽ ഗോപസ്ത്രീകൾ കൊണ്ടുവച്ചിരിക്കുന്ന വെണ്ണ അവരങ്ങോട്ട് പോകുമ്പോൾ മുകളിൽ കയറി എടുത്ത്, പക്ഷേ ഇതിൽ അദ്ദേഹം തിന്നിട്ടുണ്ടോ, കൃഷ്ണൻ തിന്നിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം ഇങ്ങനെ ചിറിയിലൊക്കെ വെച്ച് പുരട്ടുകയിട്ട് ഇത് ബാക്കിയുള്ള കുട്ടികൾക്ക്, ഇതെടുത്ത് ബാക്കിയുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്, ഗോപാലകന്മാർക്കാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ളത് കയ്യൊക്കെയാണ് ഇവിടെ വെച്ച് തേക്കുന്നത്, താൻ തിന്നു എന്ന് വെച്ചാൽ തൻ്റെ വീട്ടിൽ സമൃദ്ധമായ ആഹാരമുണ്ട്. ബാക്കി ഗോപാലകന്മാരുടെ വീട്ടിൽ ഇത് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ദാരിദ്ര്യമുണ്ട്. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ എന്തു ചെയ്തു? ഇത് മോഷ്ടിക്കുന്നു, ഇതിനവിടെ നിന്ന് എടുക്കുന്നു, എടുത്ത് അവർക്ക് വിതരണം ചെയ്യുന്നു. അവരെ പിടിക്കാൻ പാടില്ല, അവരെ തല്ലാൻ പാടില്ല. അതുകൊണ്ട് തല്ല് താമാച്ചോളാം, അവർക്ക് വേണ്ടി തല്ല് ഞാൻ എല്ലാം ഇവിടെ വെച്ച് തേക്കുന്നു. ഇത് ഈ മഹാത്മാക്കൾ കുട്ടിയായിരുന്നാലും വലുതാവുമ്പോഴൊക്കെ ഈ സ്വഭാവം ഇവരിൽ ഇങ്ങനെ കാണും. ഈ തനിക്ക് കിട്ടുന്ന വസ്തുക്കൾ ഇങ്ങനെ ഓരോരുത്തർക്കായിട്ട് വിതരണം ചെയ്ത് കൊടുക്കുക. അതിന് ചിലപ്പോൾ 4 സ്വർണ്ണ നാണയം കൊണ്ട് കൊടുത്താൽ 1 സ്വീകരിച്ചു കൊണ്ട് ബാക്കി 3 അവർക്ക് തന്നെ കൊടുക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കും. ഇങ്ങനെ ചെയ്തിരുന്ന ഒരു ദിവസം അദ്ദേഹം അവിടെ പലരും കൊണ്ട് കാണിക്ക വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം അദ്ദേഹം വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാം ഒരു നാട്ടുപ്രമാണി അവിടെ ഒരു മോതിരം കൊണ്ടുവച്ചു, സ്വർണ്ണ മോതിരമാണ്. അദ്ദേഹം ചിരിച്ചിട്ട് നമുക്ക് സ്വർണ്ണ മോതിരമോ എന്ന് ചോദിച്ചിട്ട് ആ മോതിരം അവിടെ തന്നെ വെച്ചു. അത് ആ അന്നത്തെ ദിവസത്തിൻ്റെ ഏതാണ്ട് സമാപന സമയത്തായിരുന്നു. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് അഴിച്ചു പോയി. വേണ്ടാന്നുള്ള അർത്ഥത്തില്ല. പക്ഷേ കൊടുത്ത നാട്ടുപ്രമാണിക്ക് അതിനോട് എന്തെന്നില്ലാത്ത ആവേശം. നമ്മളൊരു വസ്തുവുണ്ട്, ആ വസ്തു മറ്റൊരാളിന് കൊടുക്കുമ്പോൾ നമ്മളുടെ ഇഷ്ടം തീർന്നിട്ടേ കൊടുക്കാവൂ, അല്ലെങ്കിൽ അത് വീണ്ടും നമ്മുടെ കയ്യിൽ വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. ഇവിടെ ഈ മോതിരം ഇദ്ദേഹം കൊടുത്തെങ്കിലും അതിനോട് ഭയങ്കര താല്പര്യം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഗുരുദേവൻ മനസ്സിലാക്കി. ബാക്കിയുള്ളവരെന്താണോ കൊണ്ട് കൊടുക്കുന്നത് സ്വന്തം മനസ്സാലെ കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത് സ്വീകരിക്കുന്നത്. അപ്പം മനസ്സിനകത്ത് മോതിരത്തിനോടുള്ള ആർത്തിയും, എന്നാൽ അത് ഗുരുദേവന് കൊടുക്കുകയും വേണം, നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഗുരുദേവന് കൊടുക്കുകയും വേണം എന്നുള്ള ആ സംഭവം കൊണ്ടാണ് ഗുരുദേവൻ അത് എടുക്കാതെ പോയത്. അത് ഗുരുദേവന് മനസ്സിലായിരിക്കാം. കുറേ കഴിഞ്ഞു ഈ പുള്ളി അവിടെ ഈ മോതിരമൊക്കെ നോക്കിക്കൊണ്ടിരുന്നു, കാണുന്നില്ല, മോതിരം കാണുന്നില്ല. അടുത്തൊരു കുഷ്ഠരോഗി ഉണ്ടായിരുന്നു, ആ പാണ്ഡവുമായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. അയാളോട് ചോദിച്ചു, നീ മോതിരം എടുത്തോ? ഇല്ല. അയാളെ പാണ്ഡം മൊത്തം പരിശോധിച്ചു, ഒരിടവും മോതിരമില്ല. പക്ഷെ ശരിക്ക് തല്ലി, ഈ നാട്ടുപ്രമാണി ശരിക്ക് തല്ലി. ആ രോധനം അവിടെ എത്രയും മുഴങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അരീപ്പുറം വിട്ടുപോകാൻ ഉള്ള സംഭവങ്ങളിലൊന്ന് ഇതും കൂടെയാണ്. അപ്പോൾ ആ രോധനം അവിടെ മൊത്തം മുഴങ്ങി. ഈ രോധനം കേട്ട് അദ്ദേഹം മടങ്ങി വന്നു. എന്താ പ്രശ്നം? അപ്പോഴത്തേക്കും നാട്ടുപ്രമാണി തല്ലി റെഡിയാക്കി ഇട്ടിട്ട് അയാളങ്ങ് പോവുകയും ചെയ്തു. ഈ കുഷ്ഠരോഗി എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ശുശ്രൂഷിച്ചു. എന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, നിന്നെ അടിച്ചതോടുകൂടി നിൻ്റെ രോഗം അയാൾ എടുത്തിരിക്കുന്നു, നിനക്ക് സൗഖ്യമുണ്ടാകും. 1 മാസം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം മാറി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു മരുന്നും കൊടുത്തില്ല. നേരത്തെ ആദ്യത്തെ മരോട്ടി എണ്ണ തേച്ച് കൊടുത്തു, മറ്റേ ഒരു പച്ചിലൊക്കെ തിന്നാനും എല്ലാം കൊടുത്തു. ഇവിടെ ഒരു മരുന്നും കൊടുത്തില്ല. ശബ്ദമാണ് മരുന്ന്, ശബ്ദമരുന്നോടുകൂടി കൊടുത്തു. പിന്നീട് ആൾക്കാർ പറയുന്ന മറ്റേ പുള്ളിക്ക് ഈ രോഗം പോയെന്നും ഇദ്ദേഹം സൗഖ്യം. അപ്പോൾ ബാഹ്യമായിട്ടുള്ള കുഷ്ഠം മാത്രമല്ല, ആന്തരികമായിട്ടുള്ള കുഷ്ഠരോഗം മാറ്റാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഒരിക്കൽ ഒരാളിന് ശക്തമായ വയറുവേദന, എന്ത് കഴിച്ചാലും വയറുവേദന, പല മരുന്നുകൾ കഴിച്ചു, ഒരു കുറവുമില്ല. ലോകത്തുള്ള അന്നത്തെ വൈദ്യന്മാരാണ്, ഈ വൈദ്യന്മാരെയൊക്കെ പോയി കണ്ടു. ഈ അലോപ്പതി ചികിത്സ എന്ന് വളരെ കുറവാണ്, ഒരു രക്ഷയില്ല, എന്ത് കഴിച്ചാലും വയറുവേദന. അങ്ങനെയാണ് ആ പുള്ളി ഇദ്ദേഹത്തിനെ വന്ന് കാണുന്നത്. അടുത്ത് ഈ തുവര എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, അതവിടെ നിന്നു.
ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ പരിസരത്തെല്ലാം എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കുക നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അതിൽ തുവര നിന്നു. അതിൻ്റെ പൂവും ഇലയും കായും എല്ലാം കൂടെ ഒരു പിടി എടുത്തിട്ട് ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നീട് എന്ത് വന്നിട്ടില്ല, ആ പുള്ളിക്ക് വയറ്റുവേദന വന്നിട്ടില്ല. ഇത് അദ്ദേഹം ഇത് അരിപ്പുറത്ത് വെച്ച് നടക്കുന്ന സംഭവമാണ്. ദൃക്സാക്ഷികളുണ്ട്. നേരത്തെ മരുന്ന് എവിടെ നിന്നെല്ലാം കുടിച്ചിട്ടുണ്ട് എന്നും അവിടെ വെച്ച് പറയുന്നുണ്ടായിരുന്നു. മറ്റൊരിക്കൽ ഒരു അരിമ്പാറ രോഗി അവിടെ വന്നു. അരിമ്പാറ ശരീരം മൊത്തം, ഈ കൈ മൊത്തം അരിമ്പാറ ബാധിച്ചിരിക്കുക. അദ്ദേഹം പല മരുന്നുകൾ ഉപയോഗിച്ച് കുറവില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ മൊത്തം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി വെള്ളത്തിൽ അരിഞ്ഞിട്ട് കലക്കി തേക്കുക. നമുക്കിന്ന് വരെ ഒരിടത്തും കിട്ടാത്ത അരിമ്പാറയ്ക്ക് നമ്മുടെ പുസ്തകങ്ങളിലെല്ലാം അനേകം ചികിത്സാവിധികൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഇത് എവിടെയെങ്കിലും ഉണ്ടോ, ഈ അരിമ്പാറയ്ക്ക് വേണ്ടി പല ചികിത്സാവിധികൾ വരുന്നുണ്ട്. അതിലൊരിടത്തും തന്നെ ഉരുളക്കിഴങ്ങ് അത് നേരിട്ട് തേക്കാനല്ല പറഞ്ഞത്, വെള്ളത്തിൽ കലക്കി തേക്കാൻ. എന്തായാലും പുള്ളി അത് തന്നെ ചെയ്തു. വെള്ളത്തിൽ കലക്കി തേച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ അരിമ്പാറകൾ കൊഴിഞ്ഞ് പോയി, കൈ വൃത്തിയായി. മറ്റൊരിക്കൽ ഒരു മന്ത് രോഗി ഇദ്ദേഹത്തെ കാണാൻ വന്നു. നമുക്കറിയാം മന്തിന് ചികിത്സയില്ലാത്ത രോഗങ്ങളാണ് മന്തിന് ചികിത്സയില്ല. മന്ത് രോഗി ഇദ്ദേഹത്തെ കാണാൻ വന്നപ്പോൾ എന്താണ് കാര്യം, അത് മന്താണ്. എങ്ങനെ വന്നു? എനിക്ക് മലമ്പനി ബാധിച്ച് അതിനെ തുടർന്നാണ് മന്ത് വന്നത്. ഇതേക്കുറിച്ച് ആലോചിച്ചു. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ അടുത്ത കാലത്തായിട്ട് രോഗികൾ വരുമ്പോൾ കൂടെ വൈദ്യന്മാരും കൂടെ വരും. കാര്യം ഇദ്ദേഹത്തിൻ്റെ ചികിത്സാവിധികൾ നല്ല ഫലിക്കുന്നുണ്ടല്ലോ. ഈ മന്ത് രോഗിയോടൊപ്പവും ഒരു വൈദ്യം കൂടെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഈ മന്ത് രോഗിയെ ഇങ്ങനെ കണ്ടിട്ട് കൂടെ വൈദ്യരുണ്ടല്ലോ, അപ്പോൾ കൂടെ ഉള്ളത് വൈദ്യനാണെന്ന് മനസ്സിലായി. കൂടെ വൈദ്യരുണ്ടല്ലോ, കാണിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞു, അങ്ങയെ കാണിക്കണമെന്ന്. അതാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നത്. ശരി, ഞാനൊരു മരുന്ന് പറഞ്ഞു തരാം, വീട്ടിൽ പോയിട്ട് അത് ഉപയോഗിക്കാം, ആ മരുന്ന് ഉപയോഗിക്കണം. എഴുതിയെടുത്തോളൂ. എഴുതിയെടുത്തിട്ട് വഴി നീളെ പഠിച്ചു പോകണം, വായിച്ച് പോകണം, അല്ലെങ്കിൽ മറന്നുപോകും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ശ്ലോകമാണ് പറഞ്ഞു കൊടുത്തത്. ആ ശ്ലോകം സംസ്കൃത ശ്ലോകമാണ്. ആ ശ്ലോകം ഇപ്രകാരമാണ്: വജാഹരിതകി ദ്രാക്ഷ കടുരോഹിണി ചന്ദനൈ നിർഗുണീസ്വരസ്യ സിദ്ധം തൈലം ഹന്ത്യം അപജീം ക്ഷണാത്. ഇതാണ്. അതായത് ഒരു എണ്ണ കാച്ചുന്ന രീതിയാണ് പറഞ്ഞു കൊടുത്തത്. ഞാൻ കൂടുതൽ അതിനെ വിശദീകരിക്കുന്നില്ല, നമ്മുടെ സമയ ബുദ്ധിമുട്ടായതുകൊണ്ട് കൂടുതൽ പറയാതെ. ഈ എണ്ണ കരഭാഗത്തിൽ കാച്ചിയെടുത്ത് പുറമേയും, ഇനി മെഴുക് ഭാഗത്തിൽ കാച്ചിയെടുത്ത് അകമേയും കഴിക്കണം. അതായത് എണ്ണയേക്കാൾ കുറച്ചുകൂടെ കട്ടിയുണ്ടാകും തൈലത്തിന്, ആ എണ്ണയുടെ 2 ഇരട്ടി കട്ടിയുണ്ടാകും തൈലത്തിന്, തൈലത്തിൻ്റെ 2 ഇരട്ടി കട്ടിയുണ്ടാകും മെഴുക് ഭാഗം എന്ന് പറയുമ്പോൾ. അതേതാണ്ട് ഇത്തിരി മെഴുകുരുക്കിയതുപോലെ ഇരിക്കും. ഇതാണ് പറഞ്ഞു കൊടുത്ത. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും വൈദ്യന്മാർ ഇദ്ദേഹത്തെ പരീക്ഷിക്കാൻ വന്നു തുടങ്ങി. അങ്ങനെ പരീക്ഷണമായിട്ട് ഇവിടെ വന്നതാണ്. എന്തായാലും അതിൽ മന്ത് മാറി എന്നുള്ളതാണ് പിന്നീട്
സാക്ഷ്യപ്പെടുത്തുന്നത്. ആ വ്യക്തി മന്ത് മാറി വീണ്ടും ഗുരുദേവനെ 3 മാസങ്ങൾക്ക് ശേഷം കാണാൻ വന്നിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗുരുദേവൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ 65 വയസ്സ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ചില അസ്വസ്ഥതകളൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. അത് 70 വയസ്സ് 71 വയസ്സൊക്കെ ആയപ്പോൾ അത് വളരെ കൂടി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ആഗ്രഹപ്രകാരം അനേകം ചികിത്സകൾ, അലോപ്പതിയും ആയുർവേദവും തുടങ്ങി അനേകം ചികിത്സകൾ നടത്തി. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഏത് മഹാത്മാവാണോ എപ്പോഴാണോ ഭൂമിയിൽ വരുന്നത്, അവരുടെ ദേഹവിയോഗമെന്ന് പറയുന്നത് ഇത്തിരി കഷ്ടതയിലായിരിക്കും. അതിലേതൊരു സംശയവുമില്ല. ശ്രീരാമൻ വളരെയധികം സത്കർമ്മങ്ങൾ ചെയ്തു, വളരെയധികം നല്ലൊരു ഭരണകർത്താവായിരുന്നു. നല്ലൊരു ഭരണകർത്താവാകാൻ വേണ്ടി ഭാര്യ ഉപേക്ഷിക്കേണ്ടി വന്നു. എന്തായാലും ഭരണത്തിന് വേണ്ടിയാണ്, പ്രജകളുടെ രക്ഷയ്ക്കാണ് ഭാര്യ ഉപേക്ഷിക്കേണ്ടി വന്നത്. നല്ല അവസാനം അദ്ദേഹത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് എല്ലാം ചെയ്തിട്ട് അദ്ദേഹം സരയൂ നദിയിലേക്ക് അങ്ങ് അന്തർധ്യാനം ചെയ്യുകയാണ് ഉണ്ടായത്. മാനസികമായി അദ്ദേഹം ഒടുവിൽ തളർന്നുപോയി. അതേപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവസ്ഥയും അല്ലേ, ഒരു ഇരുമ്പിൻ്റെ ഭാഗം കൊണ്ട് അതിൽ നിന്നുമാണ് അദ്ദേഹത്തിൻ്റെ പരിസമാപ്തി, മോക്ഷം, അല്ലെ അദ്ദേഹം പൂർവ സ്ഥിതിയിലേക്ക് പോകാനുണ്ടായ കാരണം. ഇങ്ങനെ നമ്മൾ ആരെ എടുത്താലും ശരീരധാരണം നടത്തിക്കഴിഞ്ഞാൽ അനേക കഷ്ടതകൾ വന്ന് അനുഭവിച്ചേ തീരും. ഇദ്ദേഹത്തിനും ഇത്തിരി കഷ്ടതകൾ വന്നു. പക്ഷെ അദ്ദേഹം അതെല്ലാം മാനസികമായിട്ട് അതിജീവിച്ചു. പക്ഷേ ശിഷ്യരുടെ നിർബന്ധത്തിന് വഴങ്ങി. എന്ന് വെച്ചാൽ യോഗിമാർക്കറിയാം, തങ്ങൾക്ക് അങ്ങ് പോകാൻ ദിവസമാകുമ്പോൾ യോഗിമാർക്കറിയാം. സാധാരണക്കാർക്ക് അത് അറിയാൻ കഴിയില്ല. കാര്യം ആ ശരീരത്തിൽ വരുന്ന പ്രത്യേകതകൾ ഒരു പരിധിവരെ ഈ ഭൂമിയിൽ നിൽക്കാൻ പറ്റൂ. അവരുടെ ആ ഒരു കർത്തവ്യമുണ്ട്. കർത്തവ്യം ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് പരമാത്മാവിലേക്ക് തിരികെ പോകണം. ഇവിടെ ഈ ശിഷ്യന്മാർ ആ ഒടുവിലുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിച്ചു. അങ്ങ് എത്രയോ പേർക്ക് ചികിത്സ നടത്തിയിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ടോ ഒരു നേരത്തെ മരുന്ന് കൊണ്ടോ ഒക്കെ അത് മാറിയിട്ടുണ്ട്. പക്ഷെ അങ്ങേക്ക് ആ ചികിത്സ സ്വയം ചെയ്തുകൂടെ? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ നടത്തിയത് മുഹൂർത്ത ചികിത്സയാണ്, സന്ദർഭോചിതമായ ചികിത്സ. ആ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു, അത് ഫലിച്ചു. ഇവിടെ രോഗം എൻ്റെ ശരീരത്തിനാണ്, എൻ്റെ ആത്മാവിന് രോഗം ഇല്ല. അതുകൊണ്ട് ഞാനിപ്പോഴും നേരത്തെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. ശരീരത്തിന് മാത്രമേ രോഗമുള്ളൂ, എൻ്റെ ആത്മാവിന് രോഗമില്ല. ഇവിടെ പ്രവർത്തിച്ചത് മരുന്നല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ ആ മുഹൂർത്ത ചികിത്സയിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ കലക്കി തേക്കുക, നേരിട്ട് തേക്കാനുമല്ല പറഞ്ഞത്. അപ്പോൾ ഇവിടെ പ്രവർത്തിച്ചത് എന്താണോ അതെല്ലാം മരുന്നല്ല, ഒരു മഹാത്മാവിൻ്റെ സങ്കല്പമായിരുന്നു ഇവിടെ പ്രവർത്തിച്ചത്. ആ മഹാത്മാവിൻ്റെ ഒരു സങ്കല്പ അവസ്ഥ അതിൽ നിന്നും പറഞ്ഞ ഒരു അവിടെ പ്രവർത്തിച്ചു. അതിന് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് നിർത്താം. ഒരിക്കൽ വെള്ളപ്പാണ്ട് പിടിപ്പെട്ട ഒരു വ്യക്തി ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. കൂടെ ഒരു വൈദ്യരുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തെ ഇപ്പോൾ കാണാൻ വരുന്നവരെല്ലാം വൈദ്യന്മാരാണ്. ഇദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ കൊണ്ടുപോകാം. വൈദ്യരും കൂടെയുണ്ട്. അപ്പോൾ എന്താ ഇത്, അവിടെ നിന്നൊരു പച്ചില അതങ്ങ് പറിച്ചെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ശിഷ്യന്മാർ പോയി പറിച്ചെടുത്തു. ഈ പച്ചില എടുത്ത് തേച്ചാൽ മതി, പാണ്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ വൈദ്യന് വളരെ സന്തോഷമായിട്ട് വീട്ടിൽ പോയി ഈ വെള്ളപ്പാണ്ടിന് മരുന്നുണ്ടെന്നൊക്കെ ആൾക്കാരെ അറിയിച്ച് വരുത്തി ഈ പച്ചില കൊടുത്തുകൊണ്ടിരുന്നു.
പക്ഷെ അവിടെ അയാൾ കൊടുത്ത ആ പച്ചില കൊണ്ട് ഗുരുദേവൻ ഏത് പച്ചിലയാണോ കൊടുത്തത് അതേ പച്ചില തന്നെയാണ് മറ്റേ വൈദ്യനും കൊടുത്തത്. ആരുടെയും വെള്ളപ്പാണ്ട് മാറിയില്ല. ഗുരുദേവൻ ആർക്കാണോ ഈ പച്ചില കൊടുത്തത് അവരുടെ ആ പാണ്ട് മാറുകയും ചെയ്തു. ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും. ഇദ്ദേഹം ആൾക്കാരുടെ മനസ്സിൻ്റെ രോഗം മാറ്റി, ബുദ്ധിയുടെ രോഗം മാറ്റി. ബുദ്ധിക്ക് രോഗമുണ്ടെങ്കിൽ അതും മാറ്റി. വ്യക്തിപരമായ അനേക രോഗങ്ങൾ മാറ്റി. പക്ഷേ സമൂഹത്തിന് രോഗമുണ്ടായിരുന്നു. ആ സമൂഹത്തിൻ്റെ രോഗം ഇദ്ദേഹത്തിന് പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞില്ല. വ്യക്തികളുടെ രോഗം പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞു. സമൂഹത്തിൽ ലൗകികതയോടുള്ള ആർത്തി എന്ന രോഗം അദ്ദേഹം എത്ര പരിശ്രമിച്ചിട്ടും പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞില്ല. മദ്യത്തിനോടുള്ള ആസക്തി അതൊരു രോഗമാണ്. വളരെയധികം പരിശ്രമിച്ചു, അത് പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിഞ്ഞില്ല. സമൂഹത്തിലുള്ള ജാതി ചിന്ത, അക്കാലത്ത് ബ്രാഹ്മണരൊക്കെ ഇദ്ദേഹത്തെ കാണാമെന്ന അനേക സംഭവങ്ങളുണ്ട്, അതൊക്കെ പിന്നാലെ പറയാം. ഈ വരുന്നവരുടെ മനസ്സിലുള്ള ഇദ്ദേഹത്തെ കാണണം, ഇദ്ദേഹത്തിൻ്റെ ജാതി അവർക്ക് പ്രശ്നമില്ല. പക്ഷേ അവരുടെ മനസ്സിലുള്ള ജാതി പോയിട്ടില്ല. അനേക അനീതികൾ സമൂഹത്തിൽ പറഞ്ഞിരുന്നു, അതെല്ലാം തുറന്നു കാണിച്ചു. ആ സമൂഹത്തിൻ്റെ അനീതി എന്ന രോഗം പൂർണ്ണമായി മാറ്റാൻ കഴിഞ്ഞില്ല. അപ്പോൾ സമൂഹത്തിന് ബാധിച്ച രോഗം, അതിനെത്ര നല്ല വൈദ്യനുണ്ടെങ്കിലും ആരും കൂടെ വിചാരിക്കണം, സമൂഹവും കൂടെ വിചാരിക്കണം. സമൂഹം വിചാരിച്ചാൽ മാത്രമേ സമൂഹത്തിന് ബാധിച്ച രോഗം മാറ്റാൻ കഴിയൂ. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഏറെ സമയമായി എന്ന് തോന്നുന്നു. എനിക്ക് ബഹുമാന്യരായ ശ്രോതാക്കളോട് പറയാനുള്ള ഒരു ചെറിയ കാര്യമാണ്, മഹാത്മാക്കളെ, നമ്മുടെ സമൂഹത്തിന് അനേക പ്രകാരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചിരിക്കുകയാണ്. പ്രധാനമായും രാഷ്ട്രീയ രോഗം, ജാതി രോഗം, മതരോഗം, ഇങ്ങനെ തുടങ്ങി ഇന്ന് സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള മനുഷ്യരും ഈ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ചികിത്സയില്ലാതെ അലയുകയാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, ഇതിന് ചികിത്സയുണ്ട്, ഇതിനൊരൊറ്റ ചികിത്സയുണ്ട്, അത് ഗുരുദേവൻ്റെ മുഹൂർത്ത ചികിത്സയാണ്, ആ മഹാത്മാവിൻ്റെ സങ്കല്പ ചികിത്സയാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്, അദ്ദേഹത്തിൻ്റെ വചനങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യങ്ങൾ നമ്മൾ ഒന്ന് മനസ്സിൽ ഉൾക്കൊണ്ടാൽ ഈ സമൂഹത്തിന് ബാധിച്ചിരിക്കുന്ന സർവ്വരോഗവും മാറ്റാം എന്ന പ്രതീക്ഷയോടെ നമുക്ക് ഇന്ന് നിർത്താം. മറ്റൊരവസരത്തിൽ കാണാം. നമസ്കാരം.